കർത്താവിന്റെ സന്നിധാനത്തിൽ വളരെ പക്വതയോടെ, ദൈവാശ്രയ ബോധത്തോടെ, കേൾക്കുന്നത് ദൈവവചനമാണെന്നുള്ള ബോധ്യത്തോടെ, വചനത്തിന് ദൈവത്തോടത്തോളം ശക്തിയുണ്ട് എന്നുള്ള, വചനം ദൈവമാണെന്ന് വചനം സാക്ഷീകരിക്കുക, അത്ര ഗംഭീരമായിരിക്കുന്ന ഒരു കാര്യത്തിന് മുമ്പിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ പഴയ നിയമത്തിലെ ഒരു വാക്യമാണ് വായിക്കുന്നതെങ്കിലും പുതിയ നിയമത്തിന്റെ ആശയത്തിൽ, പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള, വിശിഷ്യ വ്യക്തിപരമായി ദൈവമക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർത്താവിന്റെ ഒരു ആലോചനയ്ക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. ഞാൻ തന്നെ വായിക്കാം, നിങ്ങൾ ബൈബിളിലേക്ക് നോക്കുക. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 23-ാം വാക്യം. ദാനിയേൽ പ്രവചനം എന്നൊക്കെ പറയുമ്പോഴേക്കും വലിയ കട്ടിയാണ്, വലിയ സംഭവമാണെന്നും വിചാരിക്കേണ്ട. ലളിതമായൊരു സന്ദേശം. ഇങ്ങനൊരു മീഡിയയിലാണല്ലോ നമ്മൾ സന്ദേശം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാൻ വേണ്ടി കർത്താവിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ ദാനിയേൽ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരു വാക്കാണ് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിനകത്ത് പ്രേരിപ്പിച്ചത്. ഒരു കർത്തൃദാസൻ എന്ന നിലയ്ക്ക്, വിശേഷിയാൽ ദൈവജനത്തോട് വചനം സംസാരിക്കുന്ന ദൈവദാസൻ എന്ന നിലയ്ക്ക് എന്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് പ്രസംഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ വളരെ ഹൃദയംഗമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാഗത്തൂടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇത് എനിക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ പരിചയമുള്ള വാക്കിലൂടെ ഞാൻ ഒരിക്കലും പറയാത്ത, എന്റെ ബുദ്ധിക്കകത്തില്ലാത്ത ദൈവാലോചനകൾ ഈ ശുശ്രൂഷ മധ്യത്തിൽ നിങ്ങൾക്ക് തരാൻ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പരിചയമുള്ള വാക്യത്തിലാണ് ഞാൻ തുടങ്ങുന്നതെങ്കിലും ഇത് നിങ്ങൾക്കുള്ള ദൂതാക്കി മാറ്റാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് അവിടെയും ഇവിടെയും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുമെന്നുള്ള ഭയങ്കരമായിരിക്കുന്ന ഒരു ബോധ്യം എന്നെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ, സ്തോത്രത്തോടെ ദൈവം നമ്മുടെ കുടുംബത്തോട്, നമ്മളോട് വ്യക്തമായി സംസാരിക്കാൻ വേണ്ടി കർത്താവിന്റെ സന്നിധാനത്തിൽ ഒരുക്കത്തോടായിരിക്കാം. ഗബ്രിയേൽ മാലാഖ വന്ന് ദാനിയേലിനോട് പറയുകയാണ്. സ്തോത്രം പറഞ്ഞതിന്റെ ഒരു കൊളോക്യൻ ലാംഗ്വേജിൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിൽ, നമ്മുടെ മലയാളികളായിരിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ ആ വാക്യത്തെ ചിന്തിച്ചാൽ ഇത്രയുള്ള വാക്യം ദാനിയേലിനോട് വന്നിട്ട് പറയുന്നു: ദാനിയേലേ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ദൈവം മറുപടി എടുത്ത് എന്റെ കയ്യിൽ തന്നു വിട്ടു. ഞാനത് നിന്നെ അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നെ അങ്ങനെ ചിന്തിച്ചപ്പോൾ ആ വാക്യം ആശ്ചര്യപ്പെടുത്തി ദൈവദാസന്മാരെ, ദൈവമക്കളെ. കാരണം എന്താ? കാരണം ഞാൻ പറയാം, ഒരു വിഷയത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞിട്ടും, ചിലരൊക്കെ ഒരു പാസ്റ്റർ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാർ, പ്രിയ പ്രിൻസ് പാസ്റ്ററോടോ ബിനിൽ പാസ്റ്ററോടൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും, പാസ്റ്റർ ഇതിൽ കൂടുതൽ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ദൈവദാസന്മാർ പലരും ഈ സൂമിനുണ്ടെന്നറിയാം. ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഇനി ദൈവം കേൾക്കാത്ത എന്താ പാസ്റ്ററെ? ജനങ്ങളുടെ വിഷയം കേൾക്കുന്ന ഒരു പാസ്റ്റർ ആണെങ്കിൽ, ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ കാത് തുറന്നിരിക്കുന്ന ഒരു ദൈവദാസനാണെങ്കിൽ നമ്മൾ കേൾക്കേണ്ടി വരും. എന്റെ പാസ്റ്ററെ, എത്ര പേരെ കൊണ്ട് പ്രാർത്ഥിച്ചു, എത്രയോ പ്രാർത്ഥിച്ചു, ഇനി ഏത് കാലത്താ ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നത് എന്ന് ചോദിക്കേണ്ട വിഷയങ്ങൾ വന്നേക്കാം. എനിക്കറിയാം പ്രാർത്ഥനയുടെ മറുപടി എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് നേരെ തന്നു വിടുന്ന അല്ല, എനിക്കറിയാം. പക്ഷെ ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. വിഷയത്തിന്റെ ഡെപ്ത് അനുസരിച്ച് കാര്യങ്ങളുടെ ഡ്യൂറേഷന് വ്യത്യാസം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളെ ഒരു പ്രത്യേക കേന്ദ്ര ബിന്ദുവിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കേൾക്കൂ, ഇവിടെ ദാനിയേല് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ ദൈവം മറുപടി അയക്കുക. ഞാൻ കുറച്ചുകൂടെ എന്റെ പ്രസംഗ ശൈലി പറഞ്ഞ, വേദന കൊണ്ടോ പ്രയാസം കൊണ്ടോ ദാനിയേലിന്റെ കൺപോളകൾ കടയിൽ മുത്തുമണികൾ പോലെ കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടു കൂടാൻ തുടങ്ങിയപ്പോഴേക്കും, വിങ്ങൽ വന്ന് വിതുമ്പാൻ തുടങ്ങിയപ്പോഴേക്കും, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളവരാണല്ലോ, പേരൻസ് ആണല്ലോ എന്നെ കേൾക്കുന്ന പല ആളുകളും, നമുക്കറിയാം. സ്തോത്ര ഹല്ലേലൂയ. ചിലപ്പോ നമ്മൾ കുഞ്ഞിനെ കട്ടിലെ ഉറക്കി കിടത്തിയിട്ട്, നമ്മൾ അടുക്കളയിലെ മറ്റുടെയിൽ നിങ്ങൾ അമ്മമാര് പണിയെടുക്കാനൊക്കെ പോകുമ്പോൾ, ഫാദർ ജോലിക്കൊക്കെ പോയിരിക്കുമ്പോൾ കുഞ്ഞ് ചിലപ്പോൾ കട്ടിലെ തന്നെ എഴുന്നേറ്റിരിക്കും. ആ പ്രായമാകുമ്പോൾ ഒരു എത്ര മാസം, 6 മാസം 8 മാസം 9 മാസം തോന്നുന്നു, ആ മാസം എഴുന്നേറ്റിരിക്കുമ്പോൾ നോക്കുമ്പോൾ ബെഡ്റൂമിനകത്ത് നല്ല സേഫ് ആയിട്ട് കുഞ്ഞിനെ കിടത്തിയത്, കുഞ്ഞ് ഉറക്കത്തിൽ തന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ അമ്മയെ കാണുന്നില്ല, പപ്പയെ കാണുന്നില്ല, ആരെയും കാണാതെ ആകുമ്പോഴത്തേക്കും കുഞ്ഞിന്റെ ഒരു വിഷമം ഫീൽ ചെയ്യും. ആ സമയത്ത് ഒരു അനക്കം കേട്ട അമ്മമാർ ഓടി വരുമ്പോൾ കുഞ്ഞിങ്ങനെ കരയാൻ വേണ്ടി, നമ്മുടെ മലയാളികളുടെ ഭാഷയിൽ എന്റെ നാട്ടിൽ പറയും ചുണ്ടുപൊളത്തുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കരഞ്ഞില്ല, ഇങ്ങനെ വിങ്ങല, വേദനയും വിഷമവും ഉള്ളിൽ ഒതുക്കി പുറത്തേക്ക് വിങ്ങലുകളും ഏങ്ങലടിയായിട്ട് വരാൻ തുടങ്ങുമ്പോൾ, കണ്ണ് നിറയാൻ തുടങ്ങുമ്പോൾ,
അമ്മ വന്ന് വാരിയെടുത്ത് നെറ്റിയിൽ ഉമ്മ കൊടുത്ത് നെഞ്ചിൽ ചൂട് കൊടുത്ത് ചേർത്ത് കരയാൻ സമ്മതിക്കാതെ വാരി പുണരുന്നത് പോലെ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് ഇരുമ്പെടുത്താണ് കൊണ്ട് എഴുതുന്ന പോലെ പറയാൻ പോകുന്ന സന്ദേശത്തിന്റെ ഉള്ളടക്കം കേട്ടോളേ. അതുപോലെ ദാനിയേല് ഇത്ര വലിയ വിഷയത്തിന്റെ മുമ്പിൽ പതുക്കെ കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ദൈവം ദാനിയേലിന്റെ മറുപടി ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് മറുപടി കൊടുക്കുവോ അങ്ങനെയൊക്കെ ഒരു ബന്ധം എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. എവിടെ? യെശയ്യാപ്രവചനം ഓർമ്മയിലേക്ക് വരുന്നത്. യെശയ്യാപ്രവചനത്തിനകത്തെ ഒരു വാക്യം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ സ്തോത്രം കണ്ട ഒരു വാക്യം ഞാൻ നിങ്ങൾ ഓർപ്പിക്കാം. അവിടെ നമ്മൾ ചോദിച്ച് കരയുന്നതിനേക്കാളൊക്കെ മുമ്പ് ഈ ദൈവം മറുപടി കൊടുക്കുന്നവനാണെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് പരാമർശിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനത് വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. വാക്യം ഇങ്ങനെയാണ്. സ്തോത്രം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 65 യെശയ്യാപ്രവചനം 65 അധ്യായത്തിന്റെ 24 വാക്യം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. 65 അധ്യായ യെശയ്യാപ്രവചനത്തിന്റെ 24 വാക്യമാണ്. ഒരു പ്രത്യേകതരം ആളുകളെ കുറിച്ച് പറയുകയാണ്. മനുഷ്യർ തന്നെയാട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളാണ്. അവരെ കുറിച്ച് പറയുന്ന 24 വാക്യത്തിൽ എന്താ പറഞ്ഞത്? അവരെ വിളിച്ചപേക്ഷിക്കുന്നതിനേക്കാൾ മുമ്പ് മനസ്സിനകത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ ചിന്തിച്ചു വരുമ്പോഴേക്കും ദൈവം ഉത്തരമരുളുന്നു. അതെന്താ? ദൈവത്തിന് മുഖപക്ഷം ഉള്ളതുകൊണ്ടാണോ? ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി പാവിരിക്കുമ്പോഴേക്കും ഉത്തരം കൊടുക്കുന്നു. ഞങ്ങൾ ചിലര് പ്രാർത്ഥിച്ച് മുട്ടുകുഴഞ്ഞാലും ഉത്തരം തരുന്നില്ല. എന്താണ് എന്നുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ആശയമാണോ ഞാൻ ഈ വാരി എറിയുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും നിങ്ങളുടെ ബുദ്ധിയെ തുറക്കാൻ, നിങ്ങളുടെ മനസ്സിനെ തുറക്കാൻ, നിങ്ങളുടെ ഉള്ളിലേക്ക് സന്ദേശം കയറാൻ, ആത്മീയത്തിൽ ഒരു പടി കൂടി ഉയർന്ന് ചവിട്ടി കയറാൻ ദൈവാത്മാവ് കൃപ തരേണ്ടതിനായി ഞാൻ അവിടുത്തെ സഭയെ ആത്മാവിൽ കണ്ടുകൊണ്ട്, ദൈവദാസന്മാരെ, ദൈവമക്കളെ ആ ലെവലിൽ കണ്ടുകൊണ്ട് സന്ദേശത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മറുപടി തരുന്നത്? ഇതിപ്പോ ഒരു ചക്ക ഇട്ടപ്പോ മുയൽ ചത്തതുപോലെ അങ്ങനെ ഒരു ഉപദേശം സ്ഥാപിക്കാൻ പറ്റുമോ പാസ്റ്ററെ? അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു വാക്കിലൂടെ ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ തരാം. അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി സമാധാനമാവും. 10-ാം അധ്യായത്തിലേക്ക് വരിക. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 12-ാം വാക്യം അവസാനിക്കുന്നത്, അല്ലെങ്കിൽ 12-ാം വാക്യത്തിന്റെ പകുതി കഴിയുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. ഈ വാക്ക് ഹേതുവായി ഞാൻ വന്നിരിക്കും. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന സൂചന എന്താ? നീ നിന്നെ തന്നെ താഴ്ത്താൻ വേണ്ടി മനസ്സ് വെച്ച ആദ്യ ദിവസം. ഇത് 21 ദിവസം ഒരു ഉപവാസമാണ് ഒരു പ്രാർത്ഥനയാണ് പറയുന്നത് 10-ാം അധ്യായത്തിൽ. ആദ്യ ദിവസം തന്നെ പ്രാർത്ഥിച്ചങ്ങ് 21 കഴിഞ്ഞപ്പോഴല്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന്റെ ആദ്യ ദിവസം നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. അന്നേ ദൈവം അതിന്റെ മറുപടി അയച്ചു. നിന്റെ വാക്ക് കേട്ടു. മറുപടിയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ കക്ഷി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ദൈവം ചോദിക്കുന്നതിനേക്കാൾ മുമ്പ്, നനയ്ക്കുന്നതിനേക്കാൾ മുമ്പ് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നു. ആ വിഷയത്തിന്റെ വിശദീകരണമാണ് ഇന്ന് നിങ്ങളുടെ സഭായോഗത്തിൽ സന്ദേശമായി തരുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് വേണ്ടി കൺട്രോളിന് സ്തോത്രം. ഒരു കാരണവും ഇല്ലാതെ ഒന്നും സ്തോത്രം അങ്ങനെ സംഭവിക്കുകയല്ല. എല്ലാത്തിനും എനിക്കൊന്ന് ഫിസിക്സിലാന്ന് തോന്നുന്നു ഒരു പോളിസി, ഒരു ഫോർമുല എങ്ങനെ നിൽക്കുന്നുണ്ട്. എവരിതിങ്സ് ഹാസ് എ കോസ് എന്ന് പറഞ്ഞ എല്ലാ കാരണത്തിനും ഒരു കാര്യം ഉണ്ടാവും. ഒരു കാര്യമില്ലാതെ സ്തോത്രം ഒരു കാരണം ഉണ്ടാകത്തില്ല എന്നത് അത് വേദപുസ്തകത്തിലെ സത്യം അങ്ങനെ തന്നെയാണ്. സ്തോത്രം. നിങ്ങൾ ഏതെങ്കിലും ഒരു ദൈവദാസനെ അസാധാരണമായി ദൈവം ഉപയോഗിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഓർത്തോളണം, ചുമ്മാ ദൈവം വാരിക്കോരി കൃപ കൊടുത്തതല്ല, അതിന്റെ പുറകിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകാതിരിക്കുകയില്ല. ഒരു സഭ സ്തോത്രം വളരെ വേഗത്തിൽ വളരുന്നത്, അവരുടെ സഭയിൽ മാസം സ്നാനം നടക്കുന്നു, പുതിയ ആത്മാക്കൾ കടന്നു വരുന്നു, അവർ വചനം പഠിക്കുന്നു, അവർ തിറവുള്ള വിശ്വാസികളായി മാറുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പ്രവചനം പോലെ അവിടുത്തെ സഭയ്ക്ക് ഭവിക്കട്ടെ. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഓർത്തോളണം, ചുമ്മാ വഴിയാ പോകുന്ന ആത്മാക്കളെ ഒറ്റാല് വെച്ച് പിടിക്കുന്ന പോലെ കിട്ടിയതല്ല, പാൽപ്പൊടിയും പയറും കൊടുത്ത് ആളെ പിടിക്കുന്നതുമല്ല. പിന്നെ എങ്ങനെ? അന്നേരം ഓർത്തോളണം, അതിന്റെ പുറകിൽ എന്തെങ്കിലും കാര്യമുണ്ട്. പ്രാർത്ഥന ഫലിക്കുന്നത് പോലും അങ്ങനെയൊക്കെ തന്നെയാണ്.
സ്തോത്രം, ഹല്ലേലൂയ. ഈ ശൗമേലിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ. പഴയ നിയമത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകത്തിലാണ് കാണുന്നത്. 7-ാം അധ്യായം ഒന്ന് വായിച്ചാൽ അവിടുത്തെ ഒരു പ്രത്യേകത പറയാം. വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞുകൂടാ, കേട്ടോളണേ. ഇസ്രായേൽ മക്കൾ ഫെലിസ്തരുമായിട്ടുള്ള പോരാട്ടത്തിൽ 3 ആവർത്തി അമ്പെ പരാജയപ്പെടുകയാണ്. 1-ാമത്തെ പ്രാവശ്യം പരാജയപ്പെട്ടു, 2-ാമത്തെ പ്രാവശ്യം വലിയ പരാജയം, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അവർക്ക് നഷ്ടമായി. അടുത്ത പ്രാവശ്യം ദൈവത്തിന്റെ പെട്ടകം പോലും നഷ്ടമായി. എല്ലാം നഷ്ടം, 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 എല്ലാം നഷ്ടം. മാനനഷ്ടം, ആൾ നഷ്ടം, ആത്മീക നഷ്ടം, അഭിമാന നഷ്ടം, എല്ലാം കൊണ്ടും തോൽവി സംഭവിക്കുക. അങ്ങനെ ഇരുന്ന് പലവട്ടം തോറ്റപ്പോഴാണ് ഇസ്രായേലിലെ മൂപ്പന്മാർക്ക് തോന്നിയത്, ഇത് ശൗമേലിന്റെ അടുക്ക പോയി എന്ന് പറയാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അതിൽ നിന്നൊരു ദൂതി ഞാൻ പറയട്ടെ. പലവട്ടം തോറ്റെങ്കിൽ ആ ചെറുക്ക് തോന്നത്തുള്ളൂ. ചില കാര്യങ്ങളൊക്കെ നഷ്ടത്തിൽ വന്നെങ്കിലേ തോന്നത്തുള്ളൂ, അയ്യോ പ്രാർത്ഥിക്കണമല്ലോ, സഭായത്തിന് പോകണമല്ലോ, ദൈവത്തെ വിശ്വസിക്കണമല്ലോ എന്നൊക്കെ തോന്നണമെങ്കിൽ ചില നഷ്ടങ്ങൾ വന്നെങ്കിലേ പറ്റുള്ളൂ. ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ പറയാം, നഷ്ടങ്ങൾ വന്നിട്ട് ആത്മീക ബോധവൽക്കരണം നടത്തുന്നതിനേക്കാൾ നല്ലത് തുടക്കത്തിലെ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യത്തിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ഇവര് എന്ന് പറഞ്ഞു, യജമാനനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. 1 ശമൂവേൽ 7-ലെ കാര്യം പറയുന്നത്. ശമൂവേല് എന്നെ പോലെ നമ്മളെ പോലത്തെ ഒരു ഉപദേശിയല്ല. കാരണം വഴിയെ പോകുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഇങ്ങനെ കൊട്ടപ്പടി പിടിച്ചു വെച്ച് കൊട്ടേഷൻ എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഉപദേശിയല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒന്നും തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, കേട്ടോളണേ. ശമൂവേൽ എന്തേലും പറഞ്ഞു, ഒക്കെ പ്രാർത്ഥിക്കാം, പക്ഷേ അതിനൊരു നടപടിയൊക്കെ ഉണ്ട്. എന്ത് വേണമെന്നറിയാമോ? നിങ്ങൾക്കും കൂടി കൺവീനിയന്റ് ആയ ഒരു ദിവസം നിശ്ചയിക്കേ. അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചിട്ട് നമുക്കെല്ലാവർക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലും അന്നത്തെ ദിവസം സ്കൂളിൽ വിടരുത്, നിങ്ങൾ ജോലിക്ക് പോകരുത്, ഓവർ ടൈം എടുക്കരുത്. നിങ്ങൾ അന്ന് എല്ലാവരും ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലെ ആവാലവൃദ്ധം ആളുകളും ഒരു ദിവസം നിശ്ചയിച്ചിട്ട് അന്ന് ഉപവാസത്തോടെ ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടാം, ഞാനും വരാം, അന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ കാര്യത്തിന് വിടുതലുണ്ടാക്കാം. അങ്ങനെ അവർ നിശ്ചയിച്ചു. കേട്ടോളണേ, ഹല്ലേലൂയ. ഒരു ദിവസം നിശ്ചയിച്ചു. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. കേട്ടോ, ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെയൊക്കെ സഭയിൽ 100 പേരോ 200 പേരോ എത്ര പേരായിക്കോട്ടെ, എല്ലാരും കൂടി വന്ന് ഉപവാസം എടുക്കുന്ന ഒരു യോഗം ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലൊക്കെ 21 ദിവസം വെക്കുക. എവിടെ? സ്തോത്രം, ഹല്ലേലൂയ. കുറ്റം പറയാന്ന് വിചാരിക്കരുത്. ഏത് യോഗത്തിലും കുറെ പേരൊക്കെ വരും, കുറെ പേരൊക്കെ വരികയല്ല. ഒരു സഭയിൽ 100 പേരുണ്ടെങ്കിൽ ഒറ്റ ദിവസം മതി. 21 വേണ്ട, 3 വേണ്ട, 7 വേണ്ട. ഒരു ദിവസം ഒരു കർത്തൃദാസന്റെ പ്രത്യേക നിയോഗപ്രകാരം നമ്മൾ അന്ന് ജോലിക്ക് പോകുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നില്ല, ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഫാസ്റ്റിംഗ് ആയിരിക്കും. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ കുഞ്ഞുങ്ങളെ അടക്കം എല്ലാരും കൂടി വന്ന് ഒരു ദിവസം രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രാർത്ഥന നടന്നാൽ ഈ കൊറോണയൊക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. അതുവരെ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കും, പ്രസംഗിക്കുന്നവൻ പ്രസംഗിക്കും, കേൾക്കേണ്ടവൻ കേൾക്കും. ആ നയം മലയാളി ക്രിസ്ത്യാനികൾ തുടങ്ങിയിട്ട് കുറെ നാളായി. സ്തോത്രം, ഹല്ലേലൂയ. ലോകമായ ദൈവത്തിന്റെ സഭകൾ അതൊക്കെ തുടങ്ങിയിട്ട് കുറെ നാളായി. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം നേർച്ചക്കോഴികളൊക്കെ കുറെ ആളുകൾ, ഉപവാസം എടുക്കാൻ വേണ്ടി മാത്രം എല്ലാ വീട്ടിലും ചിലര്. അങ്ങനത്തെ നയങ്ങളൊക്കെ മാറ്റി എല്ലാരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിന്റെ കുടുംബത്തിൽ സഭയിൽ ഉണ്ടായാൽ, ഞാനൊരു പ്രവചനദൂത് പറയാം, അസാധാരണമായ വിടുതലുകൾ, അസാധാരണമായ ദൈവപ്രവർത്തികൾ, വിചാരിക്കാത്ത കാര്യങ്ങളുടെ കെട്ടുകളെ പൊട്ടിച്ച് വർഷങ്ങൾ നടക്കുന്ന പരാജയങ്ങൾ, നിന്ദകൾ, ദുഷ്ടപ്രവൃത്തികൾ, ഇത് മുഴുവൻ ദൈവത്തിന്റെ ആത്മാവിൽ ഉന്മൂലനം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ മഹാദയക്ക് തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കുന്ന നിലവാരത്തിലേക്ക് സ്വർഗം കൊണ്ടുവരുമെന്ന് ഞാൻ ആത്മാവിന്റെ പ്രേരണയിൽ പറയുക. ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഭയങ്കര മഹത്വവും പ്രവൃത്തിയും വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തന. എന്താണെങ്കിലും ശമൂവേൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ, കേൾക്കൂ ദൈവമക്കളെ, ശമൂവേൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ ഉപവാസം നിശ്ചയിച്ചു. അന്ന് അവര് വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ശമൂവേൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് ശമൂവേൽ പ്രാർത്ഥിക്കുമ്പോൾ യഹോവയായ ദൈവം ഇടിവെട്ടിച്ചിട്ട് ഫെലിസ്തരെ ഭ്രമിപ്പിച്ചു. പെട്ടകം കൊണ്ടുവന്നിട്ട് ഭ്രമിക്കാത്തവർ 10,000-കണക്കിന് ആളുകളെ നിരത്തി തേച്ച് മിനുക്കിയെടുത്ത വാള് വീശി യുദ്ധം ചെയ്തിട്ട് ഭ്രമിക്കാത്തവർ, കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. നല്ല ഡോളറും പൗണ്ടും വീശിയിട്ട് പേടിക്കാത്തവർ, മിടുക്കൻ വക്കീലിനെ പിടിച്ചിട്ട് പേടിക്കാത്തവർ, സ്തോത്രം, വെല്ലുവിളിച്ചിട്ട് പേടിക്കാത്തവർ, നേരിട്ട് പോരാടിയിട്ട് പേടിക്കാത്തവർ, പ്രാർത്ഥനയിൽ പേടിക്കുമെന്ന് ഞാൻ പ്രവചനമായി പറഞ്ഞാൽ
അത് നിന്റെ കുടുംബത്തിലേക്കുള്ള ദൂതായി ഏറ്റെടുക്കാൻ എത്ര കുടുംബങ്ങൾ ഇന്ന് തയ്യാറാകും? സ്തോത്രം, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആത്മാവ് ചിലരോട് ശക്തമായി പറയുന്ന ദൂത് കേൾക്ക്. ഞാൻ ദാനിയേൽ പ്രവചനത്തിലാണ് നിൽക്കുന്നത്, പക്ഷെ ഇവിടേക്ക് വന്നത് ചില ദൂതുകൾ പറയാനായിരിക്കാം. സ്വർഗം പറയുന്നു, ഒറ്റക്കെട്ടായി കുടുംബം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്നെ വെല്ലുവിളിക്കുന്ന, നിന്നെ പരാജയപ്പെടുത്തുന്ന, നിന്റെ കയ്യിലെ നന്മകളെ ചോർത്തിക്കളയുന്ന, നിന്നെ ബലഹീനനാക്കുന്ന, നിന്റെ കുടുംബത്തെയും സന്തതിയെയും ഉന്മൂലനം ചെയ്യാൻ വെല്ലുവിളിക്കുന്ന ചില വൻകിട പഴയ ശക്തികളെ പേടിപ്പിക്കാൻ, ഭ്രമിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഒറ്റ ദിവസത്തെ പ്രാർത്ഥന. ഒരു കൊല്ലത്തെ യുദ്ധം കൊണ്ട് നടക്കാത്തത് ഒരു ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് നടന്നു. സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തു. ചുമ്മാ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ ഒരു സ്റ്റോറി കേൾക്കുന്ന പോലെ കേട്ടിരിക്കാതെ നിങ്ങൾക്കുള്ള ദൂത കൈമാറുന്ന ബോധ്യമുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം പുതിയ ദൂതുകൾ തന്ന് നിങ്ങളെ സ്തോത്രം മാനിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഒറ്റ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഫെലിസ്തീനെ ഭ്രമിപ്പിച്ചു. ഒരുമാതിരിപ്പെട്ടവരുടെ മുമ്പിൽ ഭ്രമിക്കാത്ത ഫെലിസ്തീൻ എന്ന് സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. പണ്ടത്തെ ഒരു ഫെലിസ്തീൻ സ്തോത്രം മല്ലനല്ലേ ഗോലിയാത്ത്. നിങ്ങൾ ഓർത്തേ, ശൗലിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ മുമ്പിൽ ഒറ്റയാനായി വന്ന് വെല്ലുവിളിച്ചവനവൻ. സൈന്യം വന്നില്ല. ശൗലിന്റെ കൂടെ നമ്മുടെ പട്ടാളമുണ്ട്, ഇസ്രായേലിന്റെ പട്ടാളം കൂടെ നിൽക്കുന്നുണ്ട്. ഫെലിസ്തീന്റെ കൂടെ ഇടത്തും വലത്തും 2 അംഗരക്ഷകരേ ഉള്ളൂ. സൈന്യം വന്നില്ല. അപ്പോ ഒരു രാജ്യത്തിന്റെ സൈന്യത്തെ ഒറ്റയ്ക്ക് വന്ന് വെല്ലുവിളിക്കാൻ കഴിവുള്ള ഫെലിസ്തീനെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഭ്രമിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് ദൈവാത്മാവിൽ സഭ അത് ഏറ്റെടുക്കാൻ തയ്യാറാകാമോ? പരിശുദ്ധ ദൈവം പറയുന്നു, ദൈവം ചില വിഷയങ്ങളെ ഞെട്ടിപ്പിക്കും, ചില കുടുംബങ്ങൾക്ക് വിടുതലാകുമെന്ന് സ്വർഗത്തിലെ ആത്മാവ് ശക്തമായി ദൈവത്തിന്റെ ആലോചന പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ഓർപ്പിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഞാൻ ആത്മാവിന്റെ ബലത്തിൽ 1000 പേരോട് പറയുന്ന ദൂതായിട്ട് പറയുക. സ്തോത്രത്തോടെ ഇരിക്കുന്ന സ്ഥലത്ത് കരം ഉയർത്തി ദൈവത്തിന് സ്തുതിച്ചുകൊണ്ട് ബാക്കിയുള്ള കേൾക്കാൻ ഒരുങ്ങിയാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് കേട്ടെ, സ്തോത്ര, ഹല്ലേലൂയ. ഏത് കാര്യവും പ്രത്യേക നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏത് കാരണവും നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നേ കേട്ടോ. സ്തോത്ര, ഹല്ലേലൂയ. പ്രത്യേകം നോക്കി, ഇസ്രായേലിലെ മൂപ്പന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അവരൊക്കെ പലരും പ്രാർത്ഥിച്ച് നടക്കുന്നില്ല. അപ്പോഴാണ് ശമൂവേൽ പ്രവാചകൻ വന്നത്. ഒറ്റ ദിവസത്തെ പ്രാർത്ഥന വെച്ചു, വിഷയം തീർന്നു. ഫെലിസ്ത്യർ ഭ്രമിച്ച് തിരിഞ്ഞോടി അവര് കൈവശം വെച്ചിരുന്ന സകല ദേശങ്ങളുടെയും തീരാധാരം മടക്കി കൊടുത്തു. സ്തോത്ര, ഹല്ലേലൂയ. സ്തോത്രം. കേൾക്കുന്നോ? കൈവശം വെക്കുന്ന, നീ അനുഭവിക്കേണ്ട നന്മകൾ, നിനക്ക് ദൈവം തന്ന അവകാശങ്ങൾ, അത് കുടുംബത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ചിലർ കൈയടക്കി വെച്ചിരിക്കുന്ന ചില അവകാശങ്ങളെ പരിശുദ്ധ ദൈവം ഈ സഭായോഗത്തിലെ സന്ദേശം നിനക്ക് കൈമാറുമ്പോൾ വിശ്വസിച്ചേറ്റെടുക്കാൻ തയ്യാറായാൽ ദൈവം അത് തിരിച്ചു തരുന്ന ദിവസമാണ് ഇന്നെന്ന് കർത്താവിന്റെ ആത്മാവ് തെളിച്ചു പറഞ്ഞോളാം. ദൈവം എന്റെ ഉള്ളിൽ ഇരുന്നത് പറയുക, ഞാൻ തെളിച്ചു പറയുക. വിശ്വസിക്കാമെങ്കിൽ ഏറ്റെടുത്തു, ദൈവത്തിന് സ്തോത്രം ചെയ്തു. കേട്ടോളാം, ഹല്ലേലൂയ. എന്റെ ചോദ്യം, ഞാൻ അങ്ങനെ പലരും പഠനത്തിൽ പറയാൻ കാരണം ഇസ്രായേലിൽ ഒത്തിരി പ്രാർത്ഥനക്കാരുണ്ട്. അവരുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എനിക്കറിയാം. മൂപ്പന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആൾക്കാരാ. ഇവര് പലരും പ്രാർത്ഥിച്ചിട്ട് അനങ്ങാതിരുന്നപ്പോൾ ഈ മനുഷ്യൻ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ എന്തുകൊണ്ട് ദൈവം അത്ഭുതം ചെയ്തു? ഒറ്റ ദിവസം കൊണ്ട് ഇയാളുടെ പ്രാർത്ഥനയിൽ ദൈവം ഫെലിസ്തീനെ തിരിച്ചു വിട്ടു. അവൻ സ്തോത്രം പിടിച്ചു വെച്ചിരുന്ന മുഴുവൻ തിരിച്ചു കൊടുത്തിട്ട് പിന്നെ ശമൂവേലിന്റെ കാലത്ത് ശമൂവേലിന്റെ കാലത്ത് സ്തോത്ര ഇസ്രായേലിലേക്ക് വന്നിട്ടില്ലെന്ന് പറയുന്നു. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, മറ്റു പലര് പ്രാർത്ഥിച്ചിട്ടും കുലുങ്ങാത്ത വിഷയത്തിൽ എന്തുകൊണ്ട് ശമൂവേൽ പ്രാർത്ഥിച്ചപ്പോൾ കുലുങ്ങി? വിഷയം ഞാൻ പറയാം, ഇനി പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ. ശമൂവേൽ എന്ന് പറയുന്ന ആള്, നിങ്ങൾ പിണങ്ങരുതേ, ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ആയുഷ്കാലത്ത് മുഴുവൻ കടന്ന് സ്തോത്രം രാഷ്ട്രീയക്കാർക്ക് കൊടിയും പിടിച്ച് അല്ലാത്ത നിലവാരത്തിലെല്ലാം നടന്ന് അവസാനം വന്നിട്ട് പിന്നെ ഒരു ബൈബിളും മേടിച്ച് മീശയും വെട്ടി ഒതുക്കി സ്തോത്രം വെള്ള ഷർട്ടും മേടിച്ചിട്ടുണ്ട്, ഞാൻ ഉപദേശിയാന്നും പറഞ്ഞ് വന്ന ആളല്ല ശമൂവേൽ. നിങ്ങൾക്ക് ശമൂവേലിനെ അറിയായിരിക്കും. അമ്മ പ്രാർത്ഥിച്ചു മേടിച്ച മോന, അതൊന്ന്. 2, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ ആ ബൈബിളിന്റെ ഭാഷ അതുപോലെ പറയാ, കുഞ്ഞ് ബാലൻ മുലകുടി മാറിയ ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി കൾച്ചറിൽ ഇച്ചിരി ഉയർന്നു എത്തിച്ചു. ഒരു 8-10 വയസ്സ്, അതിൽ കൂടുതലൊക്കെ സ്തോത്രം എന്ന് പറയാം, അമ്മയുടെ പാല് കുടിക്കത്തില്ലല്ലോ. ആ പ്രായം ഒരു 6-7-8 വയസ്സെന്ന് കൂട്ടിക്കും. ആ പ്രായത്തിൽ അമ്മയുടെ നെഞ്ചത്തെ ചൂടിൽ നിന്ന് അന്നത്തെ ദൈവാലയമായിരിക്കുന്ന ഏലി പുരോഹിതൻ ശുശ്രൂഷകനായിരിക്കുന്ന
ശീലോവിലെ ആലയത്തിൽ കൊണ്ടുവന്ന് ഏലിയുടെ പാഴ്സനേജിലല്ല, ദൈവാലയത്തിൽ പെട്ടകമിരിക്കുന്ന ദൈവാലയത്തിനകത്ത് 7-8 വയസ്സ് പ്രായം മുതൽ ആലയത്തിൽ ഒറ്റയ്ക്ക് കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് വളർന്നു വന്ന, ദൈവത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച പ്രവാചകനാ, പുരോഹിതനാ, ന്യായാധിപനാ ശൗമേൻ. ആണ്ടിൽ ഒരിക്കൽ അമ്മ കൊടുക്കുന്ന ഒരു ജോഡി വസ്ത്രം കൊണ്ട് തൃപ്തിപ്പെട്ട് ആഡംബരമില്ലാതെ ലോകത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ചും അധികം അറിയാതെ ദൈവാലയം മാത്രമായി ജീവിതം കഴിച്ചു കൂട്ടിയ, ദൈവശബ്ദത്തിന് വേണ്ടി മാത്രം കാതോർത്ത, ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധവും ഏറ്റവും വലിയ ആത്മബന്ധവും സ്ഥാപിച്ച ആ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് ഇടി വെട്ടിയില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. സ്തോത്രം. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. ഇത് എല്ലാ പരിപാടിയും കഴിഞ്ഞ്, ടിവിയിലെ എല്ലാ വാർത്തയും കഴിഞ്ഞ്, സ്തോത്ര രാത്രിത്തെ എല്ലാ കോമഡിയും കഴിഞ്ഞിട്ട് അവസാനം തൂണും ചാരിയിരുന്ന് 5.5 മിനിറ്റ് പ്രാർത്ഥിച്ച് കണ്ണും തിരുമ്മി പോയി കിടക്കുന്ന നമ്മോട് പ്രാർത്ഥിച്ചാൽ ഇടി വെട്ടിക്കണം എന്ന് പറഞ്ഞാൽ അത് ചോദിക്കുന്നതേ നാണക്കേടല്ലേ? അങ്ങനെ ചോദിക്കാതിരിക്കുക. സ്തോത്രം. ജീവിതം ദൈവത്തിന് സമർപ്പിച്ചാൽ, കർത്താവിന് വേണ്ടി പലരും ചവറന്നെണ്ണിയാൽ, ഹല്ലേലൂയ. പൗലോസിനെ നിങ്ങൾക്ക് പരിചയമില്ലേ? സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, അവൻ ഉണ്ടായിരുന്ന പദവികൾ ഒന്നൊന്നായി നിരത്തി വെച്ചിട്ട് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഇതെല്ലാം ഞാൻ ചവറന്നെണ്ണി, നാളെയും ചവറന്നെണ്ണാൻ തയ്യാറാണ്. ആ മനുഷ്യൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 4-5 സ്ഥലത്ത് കണ്ടു, പൗലോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്നു. ബൈബിളിനകത്ത് അപ്പോസ്തല പ്രവൃത്തി, സ്തോത്ര, ഹല്ലേലൂയ, 4-5 സ്ഥലങ്ങളിൽ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ പായന്റെ അടി കൂടെ പാറ്റയും പഴുതാരെ ഓടി നടന്നു നല്ല എഴുതിയിരിക്കുന്നത്. ഞാൻ ഇൻസൾട്ട് ചെയ്യല്ല, കാര്യമായി പറയുക. കർത്താവ് ഇറങ്ങി വന്നു, അവന്റെ അടുക്ക നിന്നു, അവനോട് സംസാരിച്ചു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അലേർട്ടായി ആളുകളെ അവൻ പ്രാർത്ഥിക്കുന്നിടത്ത് പറഞ്ഞയച്ചു. കേൾക്കണേ, കാരണം എന്താ? ദൈവത്തിന് വേണ്ടി അത്രയ്ക്ക് ജീവിതം മാറ്റിവെച്ചവൻ. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിങ്ങൾ കർത്താവിനോട് അടുത്താൽ, നിങ്ങൾ ദൈവത്തെ ഒരുപാട് സ്നേഹിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ലക്ഷങ്ങൾ മുടക്കി അയർലൻഡിൽ ജോലി ചെയ്യുന്ന ദൈവമക്കളെ, നിങ്ങൾ കർത്തൃദാസന്മാരെ, നിങ്ങൾ കർത്താവിനെ അധികം സ്നേഹിച്ചാൽ നിങ്ങൾ ജോലി റിസൈൻ ചെയ്യേണ്ടി വരും. നിങ്ങൾ കർത്താവിനെ അധികം സ്നേഹിച്ചാൽ നിങ്ങൾ പലതും ചവറന്നെണ്ണേണ്ടി വരും. കാരണം നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ മറ്റൊന്നിനും അധികം സമയം ചെലവഴിക്കാൻ കിട്ടിയല്ല. പ്രയോറിറ്റി ദൈവത്തിന്റെ കാര്യത്തിനായി മാറിയാൽ, നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ രോഗികൾ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ, നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ സ്തോത്ര ശുശ്രൂഷിച്ചാൽ, അതിന് നടുവിൽ ദൈവപ്രവൃത്തി നടക്കാൻ തുടങ്ങിയാൽ, ഞാനൊരു പ്രവചനമായിട്ട് മകളെ വിളിച്ചൊന്നും പറയുന്നില്ല, ഇപ്പൊ ദൂതാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഗ്രഹിക്കാൻ കഴിവുള്ള അഭ്യസ്ത വിദ്യരായ ആത്മീക ജ്ഞാനികളായ ദൈവമക്കളെയും കർത്തൃദാസന്മാരുടെ മുമ്പിലാണ് ഞാൻ ഈ ദൂത് വിളമ്പുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നത് ദൂത് കേൾക്ക്. ആത്മാവിന്റെ ഐക്യത കളയാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. ദൈവമായിട്ടുള്ള ബന്ധമാണ് ഇതിനെല്ലാം കാരണം. ചുമ്മാ ഒരുത്തം പ്രാർത്ഥിച്ചാൽ ഒന്നും, സ്തോത്ര, ഹല്ലേലൂയ, രോഗി സൗഖ്യമാകുകയല്ല. ചുമ്മാ ഒരുത്തം പ്രാർത്ഥിച്ച എണ്ണ പൂശിയ, നീ ഒലിവെണ്ണയ്ക്കകത്തവനെ കുളിപ്പിച്ചാൽ പോലും, സ്തോത്ര, ഹല്ലേലൂയ, ചിലപ്പോൾ നടന്നിരിക്കുകയല്ല. ചിലപ്പോൾ നിൽക്കുന്നിടത്ത് വിര ചൂണ്ടി പ്രാർത്ഥിച്ചാൽ ദുരാത്മാക്കൾ പുറത്തു പോകും. സ്വർഗം എന്നോട് പ്രവചിക്കാൻ തന്നെ പറയുന്നു, ശുശ്രൂഷ മാറാൻ പോകുകയാണ്. കർത്താവിന്റെ, ഞാൻ ബൂസ്റ്റ് ചെയ്യല്ല, അതൊന്നും പറയുന്ന ഒരാളല്ല ഞാൻ. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മ പറയുന്നു, ചിലരെങ്കിലും ആരാണോ ഏറ്റെടുക്കുന്നത് അവരോട് പറയുന്നു, നിന്റെ ശുശ്രൂഷയുടെ ആധികാരികത, സ്തോത്രം, മറ്റു പലതിനേക്കാൾ ദൈവത്തോടുള്ള ബന്ധം ഈ നാളുകളിൽ മുറുകി വരുന്നെങ്കിൽ, ഈ ലോക്ക്ഡൌണും കൊറോണയൊക്കെ ഉള്ള കാലത്ത് കുറെ കൂടി ദൈവമായിട്ട് ബന്ധം മുറുകുന്നെങ്കിൽ, അവിടെ നടക്കാൻ പോകുന്ന കാര്യം പറയാം, വലിയവ സംഭവിക്കും. അത് പുതിയ നിയമത്തിലെ സ്തോത്രം പൗലോസും പഴയ നിയമത്തിലെ ശൗലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവന്റെ റൂമാല് കൊണ്ടിട്ടാൽ രോഗി സൗഖ്യമാകുന്നു. സ്തോത്ര, ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം, നമ്മൾ ഈ റൂമാലല്ല, നമ്മളെ പോലത്തെ ഒരു പ്രതിമ ഉണ്ടാക്കി കൊണ്ടിട്ടാൽ ആളി അത്തുപോകല്ലാതെ സ്തോത്രം സംഭവം നടക്കുകയല്ല. റൂമാൽ, കർച്ചീഫ്, ഹാൻഡ് കർച്ചീഫ് കൊണ്ടിട്ടാ സൗഖ്യമാകുന്നു. അതെന്നെ പരിപാടിയാ, മുഖപക്ഷമല്ലേ? ഞങ്ങൾ അതിന്റെ പുറത്ത് കയറിക്കിടന്ന് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമാകാത്ത കേസ്. അങ്ങേരുടെ കർച്ചീഫ് ഇട്ടപ്പോ സൗഖ്യമാക്കി, കൊതി കുത്തിയിട്ടൊന്നും കഥയില്ല. വില കൊടുത്തവനാണ് ശൗല്, വില കൊടുത്തവനാണ് ശൗമേല്.
അവര് പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി നടക്കും. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കൂ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ ഞാൻ നിങ്ങളെ ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ഈ ദിവസത്തെ കർത്തൃദിന ചിന്ത, ആത്മീക ദൂത് നിങ്ങളെ കുറേയും കൂടി ശക്തരാക്കാൻ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രകടമായ പ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്താൻ, നിങ്ങൾ ചില കാര്യങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി അയക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കാൻ, നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ ചിലരെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ, പരിശുദ്ധനായ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം പ്ലാൻ ചെയ്തിട്ടായിരിക്കാം കർത്താവീക കാര്യങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കൂ. ഇപ്പൊ ഏത് കാരണത്തിനും പുറകിൽ ഒരു കാര്യമുണ്ട്. ഞാൻ പറയാൻ വരുന്ന കാര്യം വീണ്ടും ഓർപ്പിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കൽ തന്നെ മറുപടി വന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഒരു തെളിവോടെ ഞാൻ പറഞ്ഞല്ലോ, ഏത് കാരണത്തിനും ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു തെളിവോടെ ഞാൻ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 43 അധ്യായം, യെശയ്യാവിന്റെ പ്രവചനം 43 അധ്യായം. അതിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച്, ഒന്ന് ഓടി വന്ന് നിങ്ങളുടെ കണ്ണൊന്ന് അവിടേക്ക് എത്തിച്ച്, അവിടെ എഴുതിയിരിക്കുന്നത് വളരെ പരിചയമുള്ള വാക്യങ്ങൾ ഇതല്ല. ഞാനൊരു ഒരു 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 പ്രത്യേക പോയിന്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു, പരിചയമുള്ള വാക്കുകളിൽ കൂടെ കാര്യങ്ങൾ പറയുന്നു. 43 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാമേ. കേട്ടോളേ. 43:2 യെശയ്യാ പ്രവചനം. എന്താ എഴുതിയിരിക്കുന്നു നോക്കിയാട്ടെ. സ്തോത്രം. പറഞ്ഞു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ സ്തോത്രം, അവൻ നിന്നോടുകൂടി ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. യുക്തി തുറന്ന് നിങ്ങൾ ചിന്തിച്ചു. മനുഷ്യരോടായി പറയുന്നത്. അവിടെ പറയുന്ന ഇങ്ങനെയാണ്, നീ നദികളിലൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയില്ല. നദിയിലേക്ക് നിങ്ങളത് മനസ്സിൽ കാണണം, ചുമ്മാ സ്വോത്രം പറയരുത്. നദി എന്ന് പറഞ്ഞാൽ എങ്ങനെ? റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നദിയുടെ സ്ഥിതി എങ്ങനെ? നമ്മളൊരു കരയിൽ നിന്ന് ഇറങ്ങുക, നദി പതുക്കെ ഇങ്ങനെ സ്ലോപ്പാ ഇറങ്ങി വരിക. നമ്മൾ എക്സ്കേലപ്രവൃത്തി വായിക്കുന്നില്ലേ, ആദ്യം വെള്ളം നമ്മുടെ മുട്ടിക്കിടക്കുമ്പോൾ നമ്മുടെ നരിയാണിയിൽ കാൽപാദം മാത്രം നനയും. കുറച്ചുകൂടെ നദിയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ നമ്മുടെ മുട്ടോളമാകും. കുറച്ചുകൂടെ നദിയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ അരയോളമാകും. കുറച്ചുകൂടെ ഇറങ്ങിയാൽ കഴുത്തറ്റമാകും. കുറച്ചുകൂടെ ഇറങ്ങിയ മൂക്കറ്റമാകും. പിന്നെ ഇറങ്ങിയ തലയ്ക്ക് മീതെ. സാധാരണ നദികളൊക്കെ വെള്ളം മുങ്ങിക്കിടക്കുവാണെങ്കിൽ, വരൾച്ചയുടെ കാലത്ത് സ്തോത്രം, നമ്മുടെ നാട്ടിലൊക്കെ നദികൾ ഉണങ്ങിക്കിടക്കും പോലെയല്ല, നല്ല വെള്ളമുള്ള സമയം. അല്ലെങ്കിൽ പിന്നെ കർത്താവ് അങ്ങനെ പറയുകയല്ലോ. കർത്താവ് സ്തോത്രം ഗൗരവമായിട്ട് കാര്യം പറയുന്ന ആളല്ലേ വചനത്തിനകത്ത്. അപ്പോ ഇറങ്ങും തോറും നദി തലയ്ക്ക് മീതെ കവിയും. ചിലയിടത്തൊക്കെ നദിയിൽ, ഞങ്ങളുടെ അതിൽ അടുത്തൂടെ ഒഴുകുന്ന നദിയാണ് സ്തോത്രം മണിമലയാറ്, ഇപ്പുറത്തേക്കൂടെ ഒഴുകുന്ന നദിയാണ് പമ്പയാറ്. ഈ 2 നദികളുടെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ മുമ്പിലും പുറകിലും നദി കിടക്കുന്നുണ്ട്. സ്തോത്രം. അല്പം ദൂരം അങ്ങോട്ടും ഇങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ. അപ്പോ സ്തോത്രം, ഇത് ചിലപ്പോൾ 4 ആള് 6 ആള് വരെ പൊക്കം, 24 അടി വരെയും വെള്ളം ഉണ്ടാവും എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ സ്തോത്രം, നദി നമ്മുടെ മീതെ കവിഞ്ഞു പോകും, ഇറങ്ങി ചെന്നാൽ. ഇവിടെ ദൈവം തമ്പുരാൻ പറയുന്നത്, നീ നദിയുടെ കരയ്ക്ക് നിൽക്കുമ്പോൾ നിനക്ക് പേടിക്കാനല്ല, നീ നദിയിലൂടെ കടക്കുമ്പോൾ ഈ കാരാവാശാന പരിശുദ്ധാത്മാവ് പറയുന്നു, നദിയിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ, നദിയുടെ മുകളിലൂടെ ഒരു പാലത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോഴല്ല, നദിയിൽ കൂടെ നീ ഒരു തോണി തുഴഞ്ഞ് അപ്പുറം പോകുമ്പോഴല്ല, നീ നദിയിലൂടെ ഇറങ്ങിക്കേറുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഒരു ജീവിതമാണെങ്കിൽ ഇതുപോലത്തെ പല നദികൾ ആസ്തു രജാനഹഷ്ടസ്യ, പല നദികൾ ക്രോസ് ചെയ്യേണ്ടി വരും. ജീവിത പ്രശ്നത്തിന്റെ നദികൾ, സ്തോത്രം, ജീവിത സന്ധാരണത്തിന്റെ നദികൾ, ആത്മീകത്തിന്റെ ചില നദികൾ ക്രോസ് ചെയ്യേണ്ടി വരും. ഇത് ക്രോസ് ചെയ്യുമ്പോൾ കേൾക്കണം, ചിലര് ക്രോസ് ചെയ്യുമ്പോൾ ഈ നദി അവരെ മുക്കും. അവരുടെ തലയ്ക്ക് മീതെ നദി പൊങ്ങി വരും. ചിലര് ക്രോസ് ചെയ്യുമ്പോൾ ഈ നദി നിന്റെ മീതെ കവിയാതിരിക്കണം. എന്ത് ചെയ്യണം? ഇവനെ കാണുമ്പോൾ നദി പതുക്കെ താന്ന് കൊടുക്കണം. എന്നാലല്ലേ ഇവൻ അങ്ങോട്ട് ഇറങ്ങി, ഞാൻ ആദ്യം പറഞ്ഞ് മനസ്സിലായോ, നരിയാണിയോളം, മുട്ടോളം, അരയോളം, കഴുത്തോളം, മൂക്കോളം. അപ്പൊ ഇവൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ വെള്ളം എങ്ങനെ മസിലി പിടിച്ച് നിൽക്കുവാണെങ്കിൽ നീ മുങ്ങി പോവും.
തലയ്ക്ക് മീതെ കവിയും. നീ അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ യജമാനനെ കാണുമ്പോൾ പതുക്കെ പട്ടി പമ്മുന്നത് പോലെ. സ്തോത്രം, ഹല്ലേലൂയ. കണ്ടിട്ടുണ്ടോ? സ്തോത്രം. പതുക്കെ വലിയ എന്താ പറയാ, സ്തോത്രം, കീരിയെ കാണുമ്പോൾ മൂർഖൻ പത്തി താത്തുന്നത് പോലെ നീ അങ്ങ് ചെല്ലുമ്പോൾ റസാദന ഹർഷസ്യാന, പരിശുദ്ധാത്മ പറയുന്നു, ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ തലയ്ക്ക് മീതെ കവിയാൻ നിൽക്കുന്ന, പലരുടെയും തലയ്ക്ക് മീതെ കവിഞ്ഞ, നിന്റെ പാരമ്പര്യത്തിൽ നിന്റെ അപ്പച്ചന്റെ, നിന്റെ വല്യപ്പച്ചന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞ, നിന്റെ അമ്മച്ചിയുടെ തലയ്ക്ക് മീതെ കവിഞ്ഞ ചില വിഷയങ്ങൾ, നീ രക്ഷിക്കപ്പെട്ടവനാകയാൽ, നീ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവനാകയാൽ, നീ കുഞ്ഞാടിന്റെ ചോര കൊണ്ട് മുദ്ര വട്ടിക്കപ്പെട്ടവനാകയാൽ, നീ പരിശുദ്ധാത്മാവിനെ ഭാവിച്ചവനാകയാൽ, നീ കൃപ പ്രാപിച്ചവനാകയാൽ, നീ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ, നീ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ദൈവാത്മാവ് നമുക്ക് തരുന്ന രക്തക്ഷയം. അല്ലെങ്കിൽ പഴയൊരു ഭാഗത്തുനിന്ന്, പരിചയമുള്ള ഭാഗത്തുനിന്ന് വായിച്ചതെങ്കിലും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ദൂത് ഞാൻ തിരിച്ചെടുക്കുക, ഞാൻ ഏറ്റെടുത്തോളാം. സ്വർഗം പറയുന്നു, ആമീൻ പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. പറയാം, പലരെ മുക്കിയ നദി നീ ക്രോസ് ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ ക്രോസ് ചെയ്യേണ്ടി വരും. നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് ഒരു വാക്യം ബൈബിളിലില്ല. കഷ്ടം സഹിക്കേണ്ടി വരും, പരിശോധന സഹിക്കേണ്ടി വരും, പരീക്ഷ സഹിക്കേണ്ടി വരും, നിന്ന സഹിക്കേണ്ടി വരും, ഞെരുക്കങ്ങൾ വരും, കയ്യിൽ പണമില്ലാത്ത സ്ഥിതി വരും, എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ വയ്യാത്ത സ്ഥിതി വരും. പല വിഷയങ്ങളെ ക്രോസ് ചെയ്യണം. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ വേദപുസ്തകം നമ്മോട് പറയുന്നു, നീ ക്രോസ് ചെയ്യാൻ വേണ്ടി നദിയിലേക്ക് പതുക്കെ ഇറങ്ങുമ്പോൾ നദി നിന്നെ കണ്ട് പതുക്കെ താഴും. അപ്പോഴും നീ എപ്പോ ഇറങ്ങിച്ചെന്നാൽ എത്രയുണ്ടെങ്കിലും പെരുവെള്ളം നിന്നെ കണ്ട് താഴും. സ്തോത്രം. നിന്റെ തലയ്ക്ക് മീതെ കവിയേല. വിശ്വസിക്കാമോ? അത്ഭുതകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സഭ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയാൽ, നിന്റെ കുടുംബം പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയാൽ, ബ്രദർ, പാസ്റ്റർ, സിസ്റ്റർ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയാൽ, നിന്റെ തലയ്ക്ക് മീതെ കവിയാതെ, നിന്റെ തലയ്ക്ക് മീതെ കവിയില്ല. കർത്താവ് ഇങ്ങനെയല്ല എഴുതിയത്, മക്കളെ പേടിക്കണ്ട, അത് മുട്ടോളം വെള്ളമുള്ളൂ, നീ കിടന്നോളാന്നല്ല പറഞ്ഞത്. നിന്നെ പോലത്തെ 6 ആള് തോളെ കയറി നിന്നാൽ മുക്കാനുള്ള വെള്ളം ഈ ധരിക്കാത്തുണ്ട്, പലരെ മുക്കിയിട്ടുണ്ട്. പക്ഷെ നീ ആ നദിയിലേക്ക് ഇറങ്ങണ മോനെ. നീ അങ്ങ് ഇറങ്ങുമ്പോൾ, നിന്നെ കാണുമ്പോൾ നദി പതുക്കെ താണു തരും. നദി താഴെയും നീ മുകളിലായിരിക്കും, പ്രശ്നം താഴെയും നീ ഉയരെയായിരിക്കും. ഒരു പ്രവചന വെളിപ്പാടാ, വചന വെളിപ്പാടാ ഞാൻ ഈ പറയുന്നത്. യെശയ്യാ 43 പ്രസംഗികരുടെ മേച്ചിൽ പുറവാ. ആരാ ഇതൊക്കെ പ്രസംഗിക്കാത്തത്? ആരാ ഇതൊക്കെ കോട്ട് ചെയ്യാത്തത്? ഞാൻ ദൈവാത്മാവിൽ പറയാത്ത, വെളിപ്പെട്ട് കിട്ടാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാ. സഭ എന്തെല്ലാം കാര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും ഐക്യമത്യത്തിന്റെ കൈകോർത്ത് പിടിച്ച് സ്തോത്രത്തിൽ പ്രാർത്ഥിച്ച് കൂടി ചില രാത്രികൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ആത്മാവിന്റെ ഐക്യതയുള്ളവർ പ്രാർത്ഥന നിർത്താതെ, ചില പ്രത്യേക ദിവസങ്ങൾ അനൗൺസ്മെന്റ് നോട്ടീസ് ഒന്നുമില്ലാതെ സ്തോത്ര ഹൃദയമായ അടുപ്പമുള്ളവർ ചില രാത്രികൾ, മുഴുരാത്രികൾ പ്രാർത്ഥനയ്ക്കിരുന്നാൽ ചില വിഷയങ്ങൾ നിന്നെ കണ്ട് താഴെ വരും. നീ നീന്തി കിടക്കുന്നല്ല, മുങ്ങാൻകുടിയിട്ട് കയറുന്നല്ല, പാലം പണിതിട്ട് അപ്പുറം കയറുന്നല്ല, നീ അതിലേക്കൂടെ ക്രോസ് ചെയ്യും. നീ കവിയല്ല. അയ്യോ, ചിന്തയതല്ലോ. ഞാൻ അതിനകത്ത് ദൂത് വന്നതിനകത്തേക്ക് കയറിപ്പോയത് കൊണ്ടാ. സ്തോത്രം, ഹല്ലേലൂയ. കാട് കയറിയതല്ല, ദൂതിലേക്ക് കയറിയതാ. കേട്ടോണേ. അപ്പൊ കയറിയല്ല. അടുത്തത് എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? സ്തോത്രം. നിന്റെ മീതെ ആ നദി കവിയല്ല. നീ തീയിൽ കൂടി നടന്നാ വെന്തു പോകില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. ഫയർ പ്രൂഫ്. തീജ്വാലയ്ക്ക് ദഹിപ്പിക്കാൻ പറ്റാത്തത് എന്താ ഉള്ളത്? മണ്ണ് വരെയും കത്തും. പക്ഷെ നീ തീജ്വാലയ്ക്ക് നടുവിലൂടെ കടന്നു പോകുമ്പോൾ നീ ചാമ്പലാകില്ല. എന്റെ ആൻസൈറ്റി, എന്റെ ചിന്ത, എന്റെ ക്വസ്റ്റ്യൻ, എന്നെ അസ്വസ്ഥപ്പെടുത്തിയത്, എന്നെ ചിന്തിപ്പിച്ചത്, ഇവർക്ക് എന്താ പ്രത്യേകത? ഇവരെ കാണുമ്പോ തീ എന്നാ ബലം കെടുന്നത്? എബ്രാഹിമിനകത്ത് അങ്ങനെ വാക്യമില്ലേ? തീയുടെ പണി എന്താ? എന്തിനിട്ട് കൊടുത്താലും ദഹിപ്പിക്കുക. അങ്ങോട്ട് എന്ത് കടലാസ് വീണാലും, മരമുട്ടി വീണാലും, അതിനകത്ത് ഇരുമ്പ് വീണാൽ പോലും ഇരുമ്പിനെ അതേ ഷേപ്പിൽ ഇട്ടേക്കത്തില്ല. ഉരുക്കാണെങ്കിൽ പോലും ഉരുക്കിക്കളയും. നമ്മളൊക്കെ അങ്ങ് വീണ സ്തോത്രം, എന്താ പറയാ, പെട്രോള് വേപ്പറായി പോലിരിക്കും, കത്തി ചാമ്പലാകും, തലയോട്ടി പൊട്ടിത്തെറിക്കും തീക്കകത്ത്. കണ്ടിട്ടില്ല? സ്തോത്രം, ഹല്ലേലൂയ. അസ്ഥി വരെ പൊട്ടിത്തെറിക്കുന്ന തീക്കകത്ത് കേട്ടിട്ടുള്ളത്. ചിതയ്ക്കകത്തൊക്കെ ബോഡി വെച്ച് കത്തുമ്പോൾ തലയോട്ടി പൊട്ടിത്തെറിപ്പിക്കും. അത്ര ശക്തമാണ് തീയ. പക്ഷെ ഇവിടെ ഒരു കൂട്ടരോട് പറയുന്നു, നിങ്ങൾ എന്നല്ല നീ
അഗ്നിജ്വാല നിങ്ങളെ എന്നല്ല, നിന്നെ ഇത് വ്യക്തിപരമാതൂട് ദഹിപ്പിക്കത്തില്ല. തീക്കനലിലൂടെ ചവിട്ടി നടന്നാൽ നടക്കേണ്ടി വരും, ഒന്നും പറ്റിയല്ല. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, എന്താ പാസ്റ്ററെ? നിങ്ങളുടെ മനസാക്ഷിക്ക് തിരിച്ചു ചോദിക്കും, എന്താ പാസ്റ്ററെ? കാര്യം കൊണ്ട് പറ. എന്താ ഇവരെ തീ ദഹിപ്പിക്കാത്തത്? എന്താ ഇവരെ പെരുവെള്ളം മുക്കാത്തത്? ഇവരെ കാണുമ്പോൾ നദി കുനിഞ്ഞു കൊടുക്കുന്ന എന്താ? അഗ്നിജ്വാലയ്ക്ക് ഇവരെ തൊടാൻ പറ്റാത്തത് എന്താ? ഇവരതിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഇവരെ ദഹിപ്പിക്കാത്തത് എന്താ? തീയുടെ ബലം കെട്ടുപോകുന്നത് എന്താ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കൺകെട്ടില്ല, ആത്മീകത്തിൽ കണ്ണുകെട്ടില്ല, മാസ്പെരിസോ ഇല്ല, വിച്ച് ക്രാഫ്റ്റ് ഇല്ല, ഒന്നുമില്ല. സ്തോത്രം. പിന്നെ എന്താണെന്നറിയാം, യാഥാർത്ഥ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ കാരണം? ഞാൻ വീണ്ടും പറയുന്നു, ഏത് കാരണത്തിന്റെ പുറകിലും ഒരു കാര്യമുണ്ട്. എന്താണ് ഇവിടുത്തെ കാരണം? പല കാരണങ്ങൾ കണ്ടേക്കാം അവിടെ എഴുതി. അതല്ല എന്റെ പ്രസംഗ വിഷയം, അതുകൊണ്ട് ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞ് തിരിച്ചു വരാം. അവിടെ നോക്കിക്കണേ, 2-ാം വാക്യം ആരംഭിക്കുന്ന എങ്ങനെയാണ്? നീ എനിക്കുള്ളവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ 1-ാം വാക്യം തീരുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. കണ്ടോ നിങ്ങൾ 43 യെശയ്യാവ് 1-ാം വാക്യം തീരുന്നത് കണ്ടോ? നീ എനിക്കുള്ളവൻ തന്നെ. അതാ വിഷയം, അതാ കാരണം. ഇയാള് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പലരെയും മുക്കിയിട്ട് ഇയാൾ എന്നാ മുക്കാത്തെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ, തല പുകയണ്ട. ഇയാള് ദൈവത്തിനുള്ളവനാ. ഇയാൾ രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ സംഘടനയ്ക്കോ ഉള്ളതല്ല. സ്തോത്രം. ഇവനെ എന്ന തീ ദഹിപ്പിക്കാത്ത, ഇവനെ എന്ന പ്രശ്നങ്ങൾ ബാധിക്കാത്ത, പലരും ആഭിചാരം ചെയ്തിട്ട് ക്ഷുദ്രം ചെയ്തിട്ട് കുത്തിപ്പിടിച്ച് നീ മുടിഞ്ഞു പോകൂടാന്ന് പ്രാഗിയിട്ട് ഒന്നും പറ്റാത്ത എന്താ? ഇത് ഏക്കില്ല മാഷെ. കാരണം എന്തെന്നറിയാമോ? ഇവൻ ദൈവത്തിനുള്ളവനാ. ആ പദവി ഓർത്ത് സ്തോത്രം ചെയ്തേ. നമ്മൾ ആർക്കുള്ള കൊരിന്ത്യലേഖനത്തിൽ വായിച്ചിട്ടില്ലേ? നാം ഇനി നമ്മൾ നമുക്കുള്ളവര് പോലും അല്ലവേ. നിങ്ങളിനി നിങ്ങൾക്കുള്ളവരല്ല, നാം ഇനി താങ്കൾക്കുള്ളവരല്ല. നമ്മളെ അവൻ ചോര കൊടുത്ത് വിലക്ക് വാങ്ങിയിരിക്കാൻ നമ്മൾ അവന്റെ വകയാണ്, അവന്റെ വകയാണ്. ഇത് ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. എന്നെ ധൈര്യപ്പെടും. ഞാൻ കർത്താവിനെ നിന്നിടത്ത് നിന്ന് തുള്ളിച്ചാടി ആരാധിക്കുന്നത് വീട് കിട്ടിയെന്നോ ഇതൊന്നും ഓർത്തിട്ടല്ല. എന്റെ ദൈവമേ സ്തോത്രം. ആർക്കും വേണ്ടാതിരുന്ന എന്നെ ദൈവത്തിന്റെ സ്വന്തമാക്കിയല്ലോ. ഞാനിന്ന് ആരുടെയാ? ദൈവത്തിൻ്റെതല്ലേ. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതല്ലേ. അപ്പൊ നീ എനിക്കുള്ളവൻ തന്നെ എന്ന് ദൈവം പറയുമ്പോൾ ബന്ധം മാറി. ദൈവത്തിനുള്ളവർ അവര് ജഡത്തെ, ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക. വിശദീകരണം ആവശ്യമായിരിക്കാം, പക്ഷെ ഇപ്പൊ അവിടെ തരാൻ നമുക്ക് നിർവാഹമില്ല. സമയം ഭയങ്കരമായിട്ട് കുതിച്ചു പോകുന്നു. ദാനിയേൽ പ്രവചനം അവിടെ കിടക്കുവാണ്. ഇവിടേക്ക് കയറി വന്ന് കാര്യങ്ങളുടെ വട്ടം ചുറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൂത് കയറി വരികയാണ്. എന്താണെങ്കിലും സ്തോത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോട്ടെ. അപ്പൊ നമ്മൾ ഓർത്തോളണം, നമ്മൾ ആർക്കുള്ളവരാണെന്ന് എപ്പോഴും നമ്മളെ ഭരിക്കണം. സ്തോത്രം. കേട്ടോളണം. ഞാൻ ചില കേസുകൾ ആത്മാവിൽ അങ്ങ് പറയുക. നമ്മൾ ആശുപത്രിക്കാർക്ക് പണി പഠിക്കാനുള്ളതല്ല. നിങ്ങൾ ഡോക്ടേഴ്സും നേഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് പിണങ്ങരുത്. ഞാൻ പാവപ്പെട്ട ദൈവമക്കളെ രക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 45-ാം വയസ്സിൽ ബിപിയും കയറി, കൊളസ്ട്രോളും കയറി, ചങ്കും പൊട്ടി, അവസാനം സ്തോത്രം സ്ട്രെങ്ത് വിട്ട്, പിന്നെ എന്തൊക്കെയാ ബൈപ്പാസും ചെയ്ത്, കിഡ്നിയും ഡയാലിസിസ് ചെയ്ത്. ഇല്ലില്ലില്ല. ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പണി പഠിക്കാനുള്ളതല്ല നിന്റെ ശരീരം. സ്തോത്ര. സ്വർഗം പറയുന്നു, നിന്റെ ശരീരം വീണ്ടെടുക്കപ്പെട്ടതാണ്. പനിയും തലവേദനയൊക്കെ വന്നേക്കാം, പക്ഷേ എന്റെ ദൈവം വീണ്ടാണ് നിന്നെ. പിശാചിനെ തട്ടിക്കളിക്കാനുള്ളതല്ല, വീട്ടുകാർക്ക് അവമാനിക്കാനുള്ളതല്ല, ആർക്കെങ്കിലും സ്തോത്ര ഹല്ലേലൂയ കൂട്ടിൽ കയറ്റി നിർത്തി നിന്നെ മറിച്ചും തിരിച്ചും വിസ്തരിക്കാനുള്ളതല്ല. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ക്രൈസിസ് അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്നെന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ആത്മാവിൽ ആ വാതർന്നൊന്ന് പറ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ടൊന്ന് പറ. ഹല്ലേലൂയ. മലയാളികൾക്ക് മാത്രം ഇല്ലാത്തൊരു പ്രശ്നം പറയാം പ്രസംഗത്തിന് ഇടയ്ക്കിട്ടോ. അവർ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ VIP-കളായിരിക്കും. എന്നാൽ മറ്റു പല രാജ്യത്തിലും, ഞാൻ പല രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ സാധാരണ സ്തോത്ര ഹല്ലേലൂയ അവിടെ എന്നെ ഹോസ്റ്റ് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ആൾക്കാരോട് ഞാൻ സാധാരണ പറയാറുണ്ട്, സ്തോത്രം, നമ്മൾ മലയാളി സഭയിലൊക്കെ ആരാധനയ്ക്ക് മീറ്റിംഗ് പോകും. പക്ഷെ ഞാൻ പറയാറുണ്ട്, മറ്റ് ആഫ്രിക്കൻസ്, മറ്റിതര രാജ്യങ്ങൾ, നമ്മൾ അറിയാത്ത പോലെ അവർക്ക് വീണ്ടെടുക്കപ്പെട്ട ആൾക്കാരുള്ള അവരുടെ ആരാധന എവിടെയെങ്കിലും ഈ രാജ്യത്ത് നടക്കുന്നുണ്ടെങ്കിൽ എന്നെ ജുഫ്സ പുറകെ പോയി നിന്നേച്ചാൽ മതി, എന്നവരുടെ കൂടെ ഒന്ന് കാണാൻ പറ്റും. ഒരു അനുഭവം അല്ലേ അത്. സ്തോത്രം. അങ്ങനെ പല തരത്തിലെ രാജ്യത്തിലെ പല ആഫ്രിക്കൻസിന്റെ ഒക്കെ പല കോൺഗ്രഷനിൽ പോകും. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവരെങ്ങനെ അറിയുമോ, അവരുടെ കർത്തൃദാസൻ പറയുകയാണ്, സ്തോത്രം, അതിപ്പോ ഒരു വലിയ എന്താ പറയാ ബഹളാണോ വെപ്രാളാണോ ന്യൂ ജനറേഷൻ ആണോ ചോദിച്ചാൽ അതൊന്നും അല്ല. ഭംഗിയായ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. സ്തോത്രം. അവര് ദൈവത്തിന്റെ ആത്മാവിൽ അവരുടെ അപ്പനോടോ
സ്തോത്രം ഒരു ദൂത് വന്ന് അപ്പന് ബോധ്യപ്പെട്ട, അമ്മയ്ക്ക് ബോധ്യപ്പെട്ട, അവര് സ്തോത്രം തമ്മി കൈ കൊടുത്ത് ദൈവത്തിൽ അത് ക്ലെയിം ചെയ്ത്, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കൂടി കെട്ടിപ്പിടിച്ച് ആ തലയെ കൈവച്ച് അന്നേരം തന്നെ അപ്പനോ അമ്മയോ ആരെങ്കിലും പ്രാപിച്ച് വീട്ടിലേക്ക് സ്വന്തമാക്കുക. ഇത് നമ്മൾ കാലൊക്കെ കയറ്റി വെച്ച് ബൗൾക്കൊക്കെ ചവച്ച് പത്രപ്രവർത്തനം ഇരിക്കുന്ന പോലെ നമ്മളിങ്ങനെ കുറിപ്പെഴുതിക്കൊണ്ടിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഈ കുറിപ്പൊക്കെ എവിടെ കൊണ്ടുവയ്ക്കും ആർക്കറിയാം. ഞാൻ കുറിപ്പെഴുന്നേക്കെ നല്ല കാര്യം, പക്ഷെ ഞാൻ പറയുന്നു, ഈ ദൂത് കേൾക്കുമ്പോൾ നിന്റെ വീട്ടിലേക്ക് ഏറ്റെടുക്കുക. നിന്റെ പൊന്നു മോനെ അടുത്തിരിക്കുന്നത് ചേർത്ത് പിടിച്ചിട്ട് പറയാം, എന്റെ കുഞ്ഞിനെ സ്തോത്ര, ഹല്ലേലൂയ, ആർക്ക് പന്ത് തട്ടാൻ കൊടുക്കുകയല്ല. എന്റെ കുഞ്ഞിനെ സ്തോത്ര, ഇന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടവനെ. അപ്പൻ അനുഗ്രഹിക്ക, അമ്മ അനുഗ്രഹിക്ക, പെൺകുഞ്ഞിനെ അനുഗ്രഹിക്ക. കർത്താവെ, വേറൊരുത്തിന് വിട്ടുകൊടുക്കുകയല്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബം വീണ്ടെടുക്കപ്പെട്ടതാണ്. കർത്താവെ, വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നേക്കും, പക്ഷെ മുങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ സഭയിലെ വിശ്വാസികളെ, ദൈവദാസന്മാര്, ദൈവമക്കളെന്ന് ഓർത്തെ, കഷ്ടമനുഭവിക്കുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, സ്വത്രം ജോലിയിൽ നൂനമേ നിൽക്കുന്നവരെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് കേൾക്ക്. പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് കേൾക്ക്. വിട്ടുകൊടുക്കരുത്. ഒന്നോടെ ആ പദങ്ങൾ ആവർത്തിക്കട്ടെ, നാളെയെങ്കിലും മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി. മെഡിക്കൽ കോളേജിന് പഠിക്കാനുള്ള ബോഡി അല്ലിത്. ഡെഡ് ബോഡിയുടെ കാര്യമല്ല പറഞ്ഞത്, നമ്മൾ ജീവിച്ചിരിക്കും. അവിടെ പുറന്ന് സ്തോത്രം മുഴുവൻ ട്യൂബ് ഇട്ട് മൂക്കിക്കൂടെ ഇട്ട് എല്ലായിടത്തും കൂടി ഇട്ട് കടന്നു കൊടുക്കേണ്ടതല്ല. ഒരിക്കലും ക്ലെയിം ചെയ്യുക, കർത്താവ് അത് അനുവദിക്കത്തില്ല. ഞാൻ അതിൽ കൂടെ കടക്കേണ്ടി വരില്ല. ഞാൻ അവനുള്ളവനാണ്. എന്റെ മനസ്സ് ഇടിച്ചു പൊടിക്കാൻ സമ്മതിക്കത്തില്ല. എന്റെ ആത്മാവിന് ക്ഷതമേൽക്കാൻ സമ്മതിക്കത്തില്ല. ആർക്കും സ്തോത്രം, ഹല്ലേലൂയ, പന്ത് തട്ടി കളിക്കാൻ സമ്മതിക്കത്തില്ല. ഇത് പിശാചിന്റെ ഡസ്റ്റ്ബിന്നിൽ കടന്ന് സ്തോത്രം ഒറ്റപ്പെടേണ്ട ജീവിതമല്ല എന്റേത്. കർത്താവിന്റെ നാമത്തിൽ ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആത്മബലത്തോടെ പറ, ഞാനത് സ്വീകരിക്കുകയാണെന്ന് പറ. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, ഹല്ലേലൂയ. കേൾക്കും, സ്തോത്രം. അപ്പോ ഈ തീയിലൂടെ പോയിട്ട് ദഹിപ്പിക്കാത്തത്, ഈ നദിയിലൂടെ പോയിട്ട് നദി നിന്റെ മുമ്പിൽ താന്നു തരുന്നു, നീ എപ്പോഴും പൊങ്ങി നിൽക്കും. നീ ക്രോസ് ചെയ്യുന്ന വിഷയങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ കവിയല. കാരണം നീ ആർക്കുള്ളതാ? നീ അവനുള്ളവൻ. നീ എനിക്ക് ദൈവം പറയുന്നത്. നമ്മുടെ നാട് നീളെ ഗേറ്റയിൽ എഴുതി വെച്ചിരിക്കുക, ഞങ്ങൾ ദൈവത്തിനുള്ളവനാണ്. നമ്മുടെ ബ്രോഷർ എഴുതി വെച്ചിരിക്കുക, ഞങ്ങൾ ദൈവത്തിനുള്ളവനാണ്. ഞങ്ങളുടെ ബൈബിളിന്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുക. നമ്മൾ എഴുതിയിട്ട് കഥയില്ല, ദൈവം എഴുതണം. വിൽപത്രം ദൈവം എഴുതണം. മനസ്സിലാവുന്നു? വിൽപത്രം എഴുതുക എന്നൊരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്, അറിയാലോ. അപ്പച്ചനും അമ്മച്ചിയൊക്കെ പ്രായമാകുമ്പോ അപ്പച്ചന എഴുതുന്നത്, ഈ വസ്തുവിന്റെ ഉടമസ്ഥന എഴുതുന്നത് വിൽപത്രം. അല്ലാതെ 3 പിള്ളേരും കൂടി തീരുമാനിക്കുക, അപ്പന് 2 ഏക്കർ സ്ഥലമുണ്ട്, എന്നിട്ട് അപ്പനറിയാതെ ആധാരെടുത്ത് ആഫീസിൽ പോയിട്ട് 5000 രൂപയുടെ പേപ്പർ മേടിച്ചിട്ട് 3 ചേട്ടനനിയന്മാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുക. മുകളിലത്തെ ഇടി എനിക്കുള്ളത്, താഴത്തെ നിനക്കുള്ളത്, വീട് ഇളയവനുള്ളത്. നമ്മൾ 3 പേര് എഴുപ്പിട്ട് വെച്ചാൽ വിൽപത്രം വാല്യൂഡ് അല്ല. വിൽപത്രം എഴുതേണ്ടത് ഉടമസ്ഥന, അപ്പനാ എഴുതേണ്ടത്. വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യനായിരിക്കാം, ഒപ്പിടാൻ അറിയാത്ത മനുഷ്യനായിരിക്കാം. ആധാർ ഓഫീസിൽ പോയി മക്കളോട് ചോദിക്കാതെ അമ്മ അപ്പനും കൂടി പോയിട്ട് പറഞ്ഞു കൊടുക്കുക, ഞങ്ങളുടെ കാലശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് വിൽപത്രം എഴുതി വെക്കുക. അത് അപ്പൻ എഴുതി വെക്കണം. അല്ല, നമ്മൾ ബൈബിളിന്റെ പുറകില് നമ്മൾ എഴുതി വെക്കുകയല്ല. തമ്പുരാന്റെ പുസ്തകത്തിൽ തമ്പുരാൻ എഴുതണം, ഇവൻ എനിക്കുള്ളവൻ, ഇവൾ എനിക്കുള്ളവൻ. ആദ്യമായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സൂം മീറ്റിംഗിൽ സ്തോത്രം ആദ്യമായൊരു സന്ദേശം കേൾക്കാൻ, എന്നെ പോലത്തെ ഒരു ദൈവദാസന്റെ സന്ദേശം കേൾക്കാൻ ആദ്യമായിട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ ഒക്കെയല്ലോ, നമ്മൾ തന്നെ പറഞ്ഞ ഒക്കെയല്ലോ. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നിങ്ങൾ യേശുവിനെ രക്ഷിതാവേ എന്ന് വിളിച്ച, എന്റെ കർത്താവായിരിക്കണം എന്ന് പറഞ്ഞാൽ, ദൈവമേ നീ എന്റെ അപ്പനായിരിക്കണം എന്ന് പറഞ്ഞാൽ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ദൈവത്തെ സത്യത്തിനും ആത്മാവിലും ആരാധിക്കണം, എനിക്ക് സത്യവേദ പുസ്തകം അനുസരിച്ച് ജീവിക്കണമെന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്ത് 2 കരവും കൂപ്പി ദൈവത്തോട് പറഞ്ഞാൽ, ദൈവം തമ്പുരാൻ നിങ്ങളെ മക്കളാക്കും. നിങ്ങളുടെ പേരിൽ ദൈവം വിൽപത്രം എഴുതി വെക്കും. നമ്മൾ എഴുതി വെച്ചിട്ട് കഥയില്ല, വാല്യൂഡ് അല്ല. സ്തോത്രഹല്ലേലൂയ. നമ്മുടെ ബൈബിളിന്റെ പുറകിൽ എഴുതി വെക്കുക, നമ്മൾ ഭിത്തിയിൽ മുഴുവൻ എഴുതി വെക്കുക, നമ്മുടെ തലടക്കീഴിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുക. സ്തോത്രം. നമ്മൾ ഒട്ടിച്ചിട്ട് കഥയില്ല, നമ്മളെ കുറിച്ച് ദൈവം എഴുതി ഒട്ടിക്കട്ടെ. ഇവൻ എന്റെ ചെറുക്കനാ, ഇവൻ എന്റെ മോളാ, ഇവൻ എന്റെ അഭിഷിക്തനാന്ന് എഴുതി വെക്കട്ടെ. അപ്പൊ ഇത് വിൽപത്രാവും. ദാനിയേൽ പ്രവചനത്തിലേക്ക് തിരിച്ചു പോവാം. ചോദ്യം ഇതാണ്, ദാനിയേല് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കിൽ തന്നെ സ്തോത്രം, ഏത് കാരണത്തിന്റെ പുറകിലും ഒരു കാര്യമുണ്ട് ദൈവമക്കളെ. എന്താണ് കാരണം? വിഷയം പറയാം.
ദാനിയേൽ പ്രവചനത്തിനകത്ത് ദാനിയേലിന്റെ 4 പ്രാർത്ഥനയുണ്ട്. 4 പ്രാർത്ഥന. ദാനിയേലിന്റെ 4 പ്രാർത്ഥന. ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേലിന്റെ 4 പ്രാർത്ഥനയുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന 2-ാം അധ്യായത്തിന്റെ 16, 17 വാക്യങ്ങളിലാണ്. ബൈബിൾ വായിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് റെഫറൻസ് തരാം, എഴുതി വെച്ചോളണം. പേനകളിലൂടെ എഴുതി വെക്കാൻ, റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ പിന്നെ കേൾക്കും. 2-ാം അധ്യായത്തിന്റെ 16, 17 വാക്യങ്ങൾ. ആ പ്രാർത്ഥന ഇതാണ്. ദാനിയേലൊക്കെ യെരൂശലേമിൽ നിന്ന് ബാലകരായിരിക്കുമ്പോൾ, സ്തോത്രം, എബ്രായ ബാലന്മാർ എന്നാ വിളിക്കുന്നവര്, ബാലകരായിരിക്കുന്ന പ്രായത്തിൽ അടിമകളായി ബാബിലോണിൽ ചെന്നവരാണ്. ഇവര് രാജകുടുംബത്തിൽ ജനിച്ച കുറെ പേരെ സെലക്ട് ചെയ്തിട്ട് കൽദയരുടെ ജ്ഞാനവും വിദ്യകളും പഠിപ്പിച്ചിട്ട് കൊട്ടാരത്തിലെ രാജാവിന്റെ കൂടെ പരിചാരകരായി നിൽക്കാൻ വേണ്ടി സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്ത് നിർത്തി. ആ ഗണത്തിൽപ്പെട്ടവരാണ് ഇവർ. അപ്പൊ ദാനിയേൽ വളർന്നു. ദാനിയേൽ കൊട്ടാരത്തിനകത്തെ ശുശ്രൂഷകരോ ജോലിക്കാരായി നിൽക്കുകയാണ് ഈ 1-ഉം 2-ഉം അധ്യായത്തിലൊക്കെ, കേട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത്, സ്തോത്രം, കേൾക്കും, സമയം നോക്കിയതാണ്, സ്തോത്രം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്തോത്രം, ഒരു ദിവസം രാവിലെ ദാനിയേൽ തന്റെ ക്വാർട്ടേഴ്സിൽ നിന്നോ തന്റെ വീട്ടിൽ നിന്നോ ജോലിക്ക് വേണ്ടി കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ, നമ്മളൊരു ആനുകാലികമായിട്ട് ഭാഗത്ത് ചിന്തിക്കുക, നിങ്ങൾക്ക് പിള്ളേരെ കൂടെ മനസ്സിലാകാൻ വേണ്ടി. കൊട്ടാരത്തിലേക്ക് ഒരു കൊട്ടാരം മുഴുവൻ ഭയങ്കര മൂകത, ആരെയും കാണുന്നില്ല, എല്ലാവരും ഒളിച്ച ലക്ഷണമാണ്. രാജാവിന്റെ പള്ളിമേഴയുടെ മുമ്പിൽ നിൽക്കുന്ന അംഗരക്ഷകർ മാത്രം സായുധരായി നിൽക്കുന്നുണ്ട്. ദാനിയേലൊക്കെ സ്ഥിരം കക്ഷികളാണല്ലോ, അവരതിനകത്തൊക്കെ സഹപ്രവർത്തനാണല്ലോ. ദാനിയേൽ ചോദിച്ചു, എന്തോ പറ്റി ആകപ്പെട്ട മൂകത? പറഞ്ഞു, പോകാതിരിക്കാൻ നല്ലത്, പുള്ളി രാജാവ് കോപിച്ചിരിക്കുക, എല്ലാരെയും കൊല്ലൂന്ന് പറഞ്ഞ് നടക്കുക. എന്താ വിഷയമൊക്കെ ഭയങ്കര ഗൗരവമാണ്. അംഗരക്ഷകൻ പറഞ്ഞത് കേൾക്കാതെ ദാനിയേൽ ചങ്കൂറ്റത്തോടെ രാജാവിന്റെ മുമ്പിൽ ചെന്ന് പെടുകയാണ്. 2-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ, ദാനിയേലിനെ കൂട്ടരെയും കൂടി കൊല്ലാൻ 13-ാം വാക്യം 2-ാം അധ്യായം രാജാവ് കൽപ്പിച്ചു. അപ്പൊ ചുമ്മാ വന്നങ്ങ് കഴുത്ത് വെച്ച് കൊടുത്തിട്ട് കൊല്ലാൻ കൽപ്പിച്ചൊക്കെയല്ലോ. ദാനിയേൽ ചെന്ന് ചോദിച്ചു, രാജാവിന്റെ പ്രശ്നം എന്താ? എന്തിനാ ഇപ്പൊ ഇത്ര വിഷമായിരിക്കുന്നത്? എന്താ കുഴപ്പം? എന്താ ഈ വയലന്റ് ആയിരിക്കുന്നതിന്റെ കാര്യം എന്താ? അപ്പൊ രാജാവ് പറഞ്ഞ, കഴിഞ്ഞ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഇവിടത്തെ ശമ്പളം കൈപ്പറ്റി നിൽക്കുന്ന സ്വപ്ന വ്യാഖ്യാതാക്കളോട് എല്ലാം പറഞ്ഞു. അവരെല്ലാം പറയുന്ന ഒരു ക്ലൂ തരുവാണെങ്കിൽ വ്യാഖ്യാനം പറയാം, അല്ലാതെ നഷ്ടപ്പെട്ട സ്വപ്നം പിടിച്ചു തരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. സ്തോത്രം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഈ ആത്മീയരുടെ ഇടയിലും ക്ലൂ കൊടുത്ത പ്രവചിക്കും. കൊച്ചിനിപ്പോ 6A+ ആണെന്നും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു വരുന്ന വഴിക്ക് ഈ അമ്മാമ്മമാരും നമ്മുടെ സഹോദരിമാർക്കും കുഴപ്പമുണ്ട്. ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാൻ അറിയില്ല. അവരിങ്ങനെ പറയും, ഫസ്റ്റേ ഒന്ന് പ്രാർത്ഥിക്കണേ. കൊച്ചു 8-ാം ക്ലാസ് മുതൽ പറയുന്നത് അവർക്ക് MBBS പോകണമെന്നാ. കൊച്ചു പറയുന്നത് അവർക്ക് വെളിയിൽ പോയി. ഇതൊക്കെ അങ്ങ് പറയും ആദ്യം, എന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിർത്തും. അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യം ചോദിക്കുകയും ചെയ്യും, നമ്മൾ കുറെ ക്ലൂ കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടി കൂട്ടിക്കലക്കി ഒരു അടിയടിക്കും. ഞാൻ കാണുന്നു, മഞ്ഞുറഞ്ഞു കിടക്കുന്ന രാജ്യത്തിൽ ഇവള് 16 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന കാണുന്നു. ഒത്തില്ലേ? ക്ലൂ കൊടുത്ത പ്രവചിക്കാൻ ആർക്കാ പാടില്ലാത്ത? ഒരു ക്ലൂ എനിക്ക് എന്നാൽ ഞാനും വേണമെങ്കിൽ പ്രവചിക്കാം. ഞാൻ പ്രവാചകനല്ലേ? സ്തോത്രം. വചന വെളിപ്പാടൊക്കെ പറയാം പ്രാർത്ഥിക്കുവാണ്. പക്ഷെ നിങ്ങളോട് ഞാൻ പറയാം, സ്തോത്രം, ക്ലൂ തന്നെ പറയാം. ഇവിടെ ഈ കൊട്ടാരത്തിന് ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരുന്ന വിദ്വാൻമാരെല്ലാം ക്ലൂ കൊടുത്ത് പ്രവചിക്കുന്നവനാണ്. രാജാവിന് ചുമ്മാ പച്ച മലയാളിയുടെ ഭാഷ പറഞ്ഞ് സുഖിപ്പിച്ച് കുറെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നവനാണ്. ഇപ്പൊ സ്വപ്നം നഷ്ടപ്പെട്ടപ്പോൾ ആരുമില്ല, എല്ലാരെയും കൊല്ലൂന്ന് പറഞ്ഞു പിടിച്ചിരിക്കും, മുങ്ങിയിരിക്കുക എല്ലാരും. സ്തോത്രം. ദാനിയേൽ എന്നിട്ട് കാര്യം ചെയ്യും. ദാനിയേൽ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇങ്ങനെ തന്നെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെ തന്നെ പറയാം, ഞങ്ങൾക്ക് സമയം തരിക. ആ വാക്ക് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം. കേട്ടെ, ഒരാത്മാവുള്ള മനുഷ്യൻ, ആത്മീകൻ, ശുശ്രൂഷകനായ മനുഷ്യൻ, ആ കക്ഷി പറഞ്ഞു, ഞങ്ങൾക്ക് സമയം താ. രാജാവ് ചോദിച്ചാൽ എത്ര സമയം വേണം? സമയം പറഞ്ഞു കാണും. സമയം കൊടുത്തു. ഓക്കെ. ദാനിയേൽ എന്ന് ഡ്യൂട്ടിക്ക് കയറാൻ നേരെ തിരിച്ചു വന്നു. 16, 17 വാക്യങ്ങൾ വായിക്കുന്നത്, നേരെ വീട്ടിൽ വന്ന് തന്റെ കൂട്ടുകാരെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ കൂട്ടുകാരല്ല, ആ വാക്കല്ല അവിടെ ശരിക്കും വരേണ്ടത്. കൂട്ടാളികൾ എന്നൊക്കെ പുതിയ നിമിത്തം വരുന്ന അവരുടെ ആകപ്പാട് ദാനിയേലിന് ബാബിലോണിൽ നിന്ന് ഒരു ട്രെയിൻ നിറച്ച ആൾക്കാരാണ് വന്നത്, ഇദ്ദേഹത്തിന്റെ പ്രായക്കാർ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദാനിയേലിന് 3 കൂട്ടുകാരേ ഉള്ളൂ. 3ഉം ദാനിയേലും കൂടി കൂട്ടി 4 പേരൊരു ടീമാണ്. നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ, മക്കളെ കേട്ടോളണം, ടീനേജേഴ്സ്, യങ്സ്റ്റേഴ്സ് കേട്ടോളണം, നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ചിലപ്പോൾ 2500 പിള്ളേര് കാണും. അവരെല്ലാവരുടെയും കൾച്ചർ വ്യത്യാസമായിരിക്കും. പക്ഷെ നമുക്ക് ചേരുന്ന കൂട്ടുകാരെ എടുക്കാവൂ. ഇനി മലയാളികൾ മാത്രം പഠിക്കുന്നതാണെങ്കിൽ കൊള്ളാം. ഇവിടെ യെരൂശലേമിൽ നിന്ന് വന്നവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യുന്നറിയാമോ? ദാനിയേൽ കൂട്ടുകാരെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിച്ചു. 3 പേരെ കൂട്ടുകാരുള്ളൂ.
അവരുടെ പ്രത്യേകത എന്താ? അവര് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെസ് കളിക്കാനും ചൂത് കളിക്കാനും കമ്പനി കൂടാനും സ്തോത്രം ബീറടിക്കാനും വരും എന്നുള്ളതല്ല. ഇവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ആ ഉറപ്പിലാ ദാനിയേൽ സമയം ചോദിച്ചത്. പ്രാർത്ഥിക്കാൻ ഒരു ടീം ഉണ്ടെങ്കിൽ ഏത് നഷ്ടപ്പെട്ട സ്വപ്നവും തിരിച്ചു പിടിക്കാം. പ്രവചനമാ വീണ്ടും പറയുന്നത്, വെളിപ്പാടാ വീണ്ടും പറയുന്നത്. അവിടത്തെ സഭ, നിങ്ങൾ ഈ ദൂതൊക്കെ കേട്ടിട്ട് തമ്മിലൊന്ന് സംസാരിക്കണേ. ഇതെന്റെ ഒരു റിക്വസ്റ്റാ. ചുമ്മാ കേട്ടു എല്ലാ സൂമിലും ആരാണ്ടൊക്കെ ഒന്ന് പ്രസംഗിക്കാറുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വലിയ പുള്ളിയായിട്ട് പറയുകയല്ല. നിങ്ങളെ ലീഡേഴ്സും കർത്തൃദാസന്മാരും കൂടെ ഈ സന്ദേശമൊക്കെ വെച്ച് ഒന്ന് സംസാരിച്ച്, നിങ്ങളോട് ദൈവാത്മാവ് നിങ്ങൾ വട്ടത്തിൽ കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആത്മാവ് ചില പ്ലാനുകൾ നിങ്ങൾക്ക് തരും. ഇത് ദൈവാത്മാവിന്റെ ഒരു വലിയ ദൂത. എന്റെ റിക്വസ്റ്റാ, നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ആ രാജ്യത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വന്നവരും അവിടെ സ്തോത്രം ജനിച്ചു വളർന്നവരും സ്വപ്നം നഷ്ടപ്പെട്ട ആരോട് ഇത് പറയുമെന്നോർത്ത്, രാജാവല്ലല്ലോ എല്ലാവരുടെയും തലവെട്ടിക്കളയാൻ, തന്നെത്താൻ ചാവാനും നശിക്കാനും വീടടച്ച് പുറത്തിറങ്ങാതിരിക്കുന്ന പല അപ്പനമ്മമാർ, നാണം കെടുത്തിക്കളഞ്ഞ സ്വപ്നം തച്ചുടഞ്ഞു പോയ ഒരുപാട് പേർ, മലയാളികൾ തന്നെ അവിടെ എവിടെയൊക്കെയോ പുറത്തു വരാതിരിക്കുന്നുണ്ട്. ആർക്കും പിടികൊടുക്കാതെ, ഫോൺ നമ്പർ കൊടുക്കാതെ, ആരെ മലയാളികളെ കണ്ട വെട്ടിത്തിരിഞ്ഞു പോകുന്ന ചില കുടുംബങ്ങൾ അവിടെയുണ്ട്. അവിടുത്തെ സഭയ്ക്ക് ദൈവം അത് ഏൽപ്പിച്ചു തരികയാണ്. സ്വപ്നം നഷ്ടപ്പെട്ടവനെ നിങ്ങൾ ഒന്നിച്ച്, ഒത്തിരി പേരൊന്നും വേണ്ട, ആത്മാവിന്റെ ഐക്യതയുള്ള, വലിയവൻ ചെറിയവന് സ്വത്രം കോമ്പറ്റീഷൻ ഇല്ലാത്ത, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരുങ്ങുന്ന ആയിരക്കണക്കിന് മലയാളികളുള്ള സഭകളുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരേ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന 3-4 പേർ ഒന്നിച്ചുകൂടി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചിലരുടെ സ്വപ്നം തിരിച്ചു പിടിച്ച് അവരെ കർത്താവിനുള്ളവരാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അതിന് ദൈവം അവസരം തരുമെന്ന് ദൂത് പറയുകയാണ്. സ്തോത്രം കർത്താവേ, കേൾക്കൂ. ഇവര് ചെന്ന് ദാനിയേൽ ചെന്ന് കൂട്ടുകാരോട് പറഞ്ഞു. അവരിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോ രാജാവിന്റെ പള്ളിയറക്കകത്ത് നഷ്ടപ്പെട്ട സ്വപ്നം പാസ്റ്ററുടെ പാഴ്സനേജിൽ വെളിപ്പെട്ടു. ഒന്നോടെ ഞാൻ ആ വാക്ക് പറയട്ടെ. കൊട്ടാരത്തി റഹബ ശന്തനാദിയാന, വലിയ ബിസിനസ് രാജാക്കന്മാരുടെ, വലിയ സ്വത്രം ബിസിനസ് ബ്രോക്കർമാരുടെ, അങ്ങനെ ദൈവം പറയും, വലിയ ഇടനിലക്ക, വലിയ വാതുവെപ്പുക, വലിയ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഇടയ്ക്ക് നിന്ന് ബ്രോക്കർ, കോടിക്കണക്കിന്, മില്യനോ ബില്യനോ ട്രില്യനോ എനിക്കറിയില്ല, അത്ര ശക്തമായിരിക്കുന്ന കാര്യങ്ങളുടെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരുടെ ട്രാപ്പിലാകുന്നത് പോലെ കൈമോശം വന്നിരിക്കുന്ന, കോടികൾ നഷ്ടപ്പെട്ട് കിടക്കുന്ന, മുന്നോട്ട് പോകാൻ പറ്റാത്ത, പുറത്തിറങ്ങാതെ, കയ്യാമം വെക്കത്തക്ക രീതിയിൽ നിയമക്കുരുക്കൾ വീഴാൻ പോകുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വത്ര കൊട്ടാര തുല്യമായ വീടുകളിൽ നഷ്ടപ്പെട്ടത് നമ്മുടെ സഭാഹോളിലോ, കർത്തൃദാസന്മാരെ നിങ്ങൾ വാടകയ്ക്കെടുത്തിരിക്കുന്ന വീട്ടിൽ പ്രാർത്ഥനാ മുറിയിലോ അത് വെളിപ്പെടുമെന്ന് സ്വർഗം പറയുന്നു. ഞാൻ നിങ്ങളെ ചുമ്മാ തള്ളി വെള്ളത്തിൽ ചാടിക്കാൻ നോക്കുകയാണ്. പറ്റുമെങ്കിൽ ആ വീടിന്റെ ഒരു മുറി പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ പിടിച്ചിരുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കാർപ്പറ്റ് പിരിച്ചൊക്കെ മാറ്റിയത്. 1000 പ്രസംഗം കേട്ടിട്ട് എന്ത് ഗുണം? ഒരെണ്ണം കേട്ട പ്രാക്ടിക്കലാക്കാം. ഞാൻ പറയാം, ഇന്നോ നാളെ നടന്നില്ലെങ്കിൽ അടുത്ത ദിവസം കഴുത് നഷ്ടപ്പെട്ട ശൗലിനെ പോലെ ചുറ്റിക്കറങ്ങി നടക്കുന്നവർ ആരെങ്കിലും നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. ഇവിടെ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ കയറി വരും. അവനെ ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അവനായിരിക്കും അവിടുത്തെ പ്രസിഡന്റ് ആകാൻ പോകുന്നത്, അവനായിരിക്കും അവിടുത്തെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. ആർക്കറിയാം ഇതൊക്കെ? ദൈവം പറയുന്നൊന്ന് അനുസരിക്കാമോ? ഞാൻ ആ സോക്കോൾഡ് പ്രസംഗത്തിന്റെ ശൈലിയിൽ നിന്നൊക്കെ അങ്ങ് മാറിപ്പോകും. ഞാൻ നിങ്ങളോട് സഹോദരനെ പോലെ കാര്യം പറയുക, ദൈവാത്മാവിൽ ദൂത് പറയുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില ദൗത്യം ഈ സന്ദേശത്തിൽ ദൈവം പരമേൽപ്പിക്കുക. ഇവരേറ്റെടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാ മുറിയിൽ ദൂത് വെളിപ്പെട്ടു. ചാടി കൊട്ടാരത്തിൽ ചെന്നു, കാര്യം പറഞ്ഞു. രാജാവിന്റെ നഷ്ടപ്പെട്ട സ്വപ്നം തിരിച്ചു പിടിച്ചു കൊടുത്തു. 100 ആളുകൾ, അവരിനി വിഗ്രഹാരാധികൾ എന്തോ ആയിക്കോട്ടെ, അവരുടെ തല പോകുന്ന വിഷയം ഈ പ്രാർത്ഥനയിലൂടെ രക്ഷപ്പെട്ടു. ജീസസ്, മനസ്സിലായോ? എല്ലാരെയും കൊല്ലാൻ കൽപ്പന വന്നു. കൊല്ലാൻ വേണ്ടി ആരാച്ചാരുടെ പേര് വരെ ഈ 2ാം അധ്യായത്തിൽ ഞാൻ വായിച്ചു. ഇപ്പൊ എനിക്കത് എടുത്തു പറയാൻ നേരമില്ല, ക്ലോക്ക് സമ്മതിക്കുന്നില്ല. സ്തോത്രം. ആരാച്ചാര വരെ നിയമിച്ചു. 100 കൊട്ടാരവാസികൾ, അംഗരക്ഷകരടക്കം തലചേരിക്കപ്പെട്ട് പല കുടുംബത്തിലെ ഭാര്യമാർ വിധവമാരാകണ്ട, കുഞ്ഞുങ്ങൾ അനാഥരാകണ്ട വലിയ രാജവിധി ദാനിയേലിന്റെ പുസ്തകത്തിലെ 1ാമത്തെ പ്രാർത്ഥനയിൽ മാറിപ്പോയി. അതിനാ ദൈവം നമ്മളെ വിളിച്ചത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഉപദേശിയാണ്. അതിനാ വിളിച്ചത്.
ഒന്നോ രണ്ടോ പേരുടെ കാലിലെ മുഴയോ വയറ്റിലെ നീരോ മാറ്റാൻ വേണ്ടിയിട്ടല്ല. ചില പ്രാർത്ഥനകൾ രാജ്യത്തെ രക്ഷിക്കും. ചില പ്രാർത്ഥനകൾ നമുക്ക് ബന്ധമില്ലാത്ത ചില ആളുകളെ രക്ഷിക്കും. നിന്റെ ഓഫീസിലെ ചിലരെ രക്ഷിക്കും. നീ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ചിലരെ നിന്റെ പ്രാർത്ഥന രക്ഷിക്കുമെന്ന് ഞാൻ പച്ചയ്ക്ക് ദൂത് പറയുക. അതിന് കർത്താവ് നിന്നെ കണ്ടുവച്ചിരിക്കുക. എവിടെയെങ്കിലും എഴുതി വെച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ഞാനത് ഏറ്റെടുക്കുന്ന കർത്താവേ എന്ന് പറ ദൈവത്തോട്. സ്തോത്രം. ദൈവം പറയുന്ന സ്വർഗം അതിന് വിശ്വസ്തനാണ്. ദൈവത്തോട് പറ. ഇത് കഴിയുമ്പോ എന്റെ നമ്പറൊന്നും തപ്പി എന്നെ വിളിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ദൈവത്തോട് പറ, ഞാനത് ഏറ്റെടുത്തിരിക്കുന്ന കർത്താവ് എന്ന് പറ. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവം. ഇത് ദാനിയേൽ പ്രവചനത്തിലെ 1-ാമത്തെ പ്രാർത്ഥന. മറ്റൊരുത്തിന്റെ സ്വപ്നം നഷ്ടപ്പെട്ടപ്പോൾ അത് വീണ്ടെടുത്തു കൊടുക്കാൻ വേണ്ടി കൂട്ടമായുള്ള പ്രാർത്ഥന. 2-ാമത്തെ പ്രാർത്ഥന 6:10. ഇനി ഞാൻ ഒരു 5-10 മിനിറ്റ് അല്ല 5-6-7 മിനിറ്റ് എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ തീർക്കാം. സ്വപ്നങ്ങളിൽ കേട്ടോളാം. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അടുത്തത്. അത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന സ്തോത്രം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. ഞാൻ വെള്ളയിലെണ്ണി 4-5 കൂട്ടം കാര്യം പറയാം. 1, ഇത് കൂട്ടുകാർ കൂടെയില്ല, സഭക്കാര് കൂടെയില്ല. ഇത് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയാണ്, പേഴ്സണൽ പ്രയർ. 2, ഇത് സഭാഹോളിലെ പ്രാർത്ഥനയല്ല. ഇത് പ്രവാചകന്റെ വീട്ടിൽ പോയിരുന്നുള്ള പ്രാർത്ഥനയല്ല. ഇത് മിറാക്കിൾ ടെന്റിലിരുന്നുള്ള പ്രാർത്ഥനയല്ല. ഇത് വീട്ടിലെ പ്രാർത്ഥനയാണ്. 3, സ്തോത്രം, ഇത് മുട്ടുകുത്തി നിന്നുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം, ഹല്ലേലൂയ. 4, ഇത് പതിവ് പ്രാർത്ഥനയാണ്. 5, ഇത് ദിവസവും 3 നേരം കഴിക്കുന്ന ദിവസേന 3 നേരമുള്ള പ്രാർത്ഥനയാണ്. 6, ഇത് സ്തോത്രം ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഇത് 6ഉം വേണമെങ്കിൽ ഞാൻ സ്തോത്രം ഒരു 1.5 മണിക്കൂർ വേറൊരു സഭായത്തിൽ വേണമെങ്കിൽ പ്രസംഗിക്കാം. സ്തോത്രം. ഞാൻ പ്രസംഗിക്കാന്ന് പറഞ്ഞല്ല, ഞാൻ 6 പോയിന്റ് അങ്ങ് എടുത്ത് തന്നാണ് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. കേട്ടോണ്ട്. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. ഭയങ്കര ഗംഭീര പ്രാർത്ഥനയാണ് പ്രാർത്ഥന. 6 സ്തോത്രം പിരിവഴികളുള്ള പ്രത്യേക പ്രാർത്ഥന. ഈ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥന. ഇയാള് ബിസി ആയ ആളാ. ഇപ്പോ അത് പറഞ്ഞില്ലല്ലോ, ആദ്യത്തെ പ്രാർത്ഥനയുടെ മറുപടി വന്നതോടുകൂടെ ദാനിയേല് ആ നാട്ടിലെ ഗവർണറായി മാറി. പ്രൊമോഷൻ കിട്ടി. സ്തോത്രം. അത് മറന്നുപോയി കിടന്നു. ദൈവാത്മാവ് തട്ടി കൊടുത്ത് ഓർപ്പിക്കുന്നു. അതെന്നാ നീ പറയാതെ പോകുന്നതെന്ന് എന്നോട് ചോദിക്കുന്നു ദൈവം. കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് ദൂത് പറയുന്നു. നീ കൈക്കൂലി കൊടുത്തും വാസ്ത കൊടുത്തും പ്രൊമോഷനും കസേരയും ഉറപ്പിക്കുന്നതിനേക്കാൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ബോസിന് വേണ്ടി ചങ്കൂറ്റത്തോടെ നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തും. നീ ദൈവ പൈതലാന്ന് പറ, നീ ദൈവദാസനാന്ന് പറ, ഞങ്ങൾ ദൈവത്തിന്റെ ആൾക്കാരാന്ന് പറ. അങ്ങോട്ട് അവിടെ ചെന്ന് 10 പേരോട് പറ. അപ്പൊ നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. അതിനൊക്കെ അവസരം ദൈവം ഉണ്ടാക്കിയോളൂ. നമ്മൾ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ അല്ലെ ആക്രിക്കാരൻ ചോദിക്കുന്നത് പാർട്ട് ടൈം കടലാസം പിറക്കാനുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്ന, രാവിലെ പ്രാർത്ഥിക്കാനുണ്ടോ ചോദിച്ചു നടക്കേണ്ട കാര്യമൊന്നുമില്ല. ദൂത് കേൾക്കേണ്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നടക്കേണ്ട കാര്യമില്ല. നീ ആരാന്ന് വെളിപ്പെടുത്തിയാൽ പിന്നെ വിഷയം തമ്പുരാൻ അടുപ്പിച്ചോളും. പതുക്കെ പ്രൊമോഷൻ, ഗവർണറാക്കി. ഇവനെ കുറിച്ച് പിന്നെ രാജാവ് പറയാൻ തുടങ്ങി. ഇവന്റെ അകത്ത് എന്തോ ആത്മാവുണ്ട്. അവൻ പ്രാർത്ഥിച്ച സംഭവം വെളിപ്പെടുന്നു. രാജാവ് പബ്ലിസിറ്റി കൊടുക്കാൻ തുടങ്ങി. ആളുടെ നില മാറിയില്ലേ? ആ പ്രാർത്ഥനയോടുകൂടി ദാനിയേലിന്റെ പുസ്തകത്തിൽ അല്ല, ദാനിയേൽ ബാബിലോണിൽ ആള് മാറി. 2-ാമത്തെ പ്രാർത്ഥന വ്യക്തിപരമാണ്. ഇത്ര ബിസിയുള്ള ആളും ദിവസവും 3 നേരം പ്രാർത്ഥിക്കും. മുട്ടുകുത്തി പ്രാർത്ഥിക്കും. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. സ്തോത്രം. പിന്നെ എന്ത് ചെയ്താ? സ്തോത്രം, ഹല്ലേലൂയ. ദിവസേന ദൈവത്തോട് പതിവായി പ്രാർത്ഥിക്കും. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന അവിടെ നിൽക്കട്ടെ. 3-ാമത്തെ 4-ാമത്തെ പ്രാർത്ഥന പെട്ടെന്ന് പറയും. 9-ാം അധ്യായത്തിലാണ് 3-ാമത്തെ പ്രാർത്ഥന. അത് ഇരമ്യാ പ്രവചനം അദ്ദേഹം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞങ്ങളുടെ അടിമത്തം, ഞങ്ങളുടെ നാട് ഇവിടെയല്ല, ഞങ്ങളുടെ അടിമത്തം തീരും. എത്രയും പെട്ടെന്ന് 70 ആഴ്ചവട്ടം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതൃരാജ്യത്ത് പോകാൻ പറ്റും എന്ന് അറിഞ്ഞപ്പോൾ അയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൂത് കിട്ടാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. ദൂത് കിട്ടാൻ വേണ്ടിയല്ല, കിട്ടിയ ദൂത് നടത്തിപ്പിൽ വരുത്താൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. 10-ാം അധ്യായത്തിനാണ് അടുത്ത പ്രാർത്ഥന. അത് അദ്ദേഹത്തിന് വെളിപ്പാടുണ്ടായി. എന്തോ വലിയ കഷ്ടം സംഭവിക്കാൻ പോവുക. അതുള്ള കാര്യമാണ്, മഹാകഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് അറിയാൻ വേണ്ടി 3 ആഴ്ച സ്തോത്രം ആഹാരത്തിൽ നിന്ന് പല കാര്യങ്ങളും മാറ്റി. ഇതൊരു പ്രത്യേക തരം ഉപവാസം എന്ന് പറയാം. എണ്ണ തേക്കാതെ, കുളിക്കാതെ ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ 4 പ്രാർത്ഥനകൾ ദാനിയേൽ പ്രവചനത്തിനകത്തുണ്ട്. 9-ാം അധ്യായത്തിൽ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിർത്തട്ടെ. ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ടാണ് ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ
ദൈവം പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ മറുപടി കൊടുത്തത്. ഞാനതിങ്ങനെ ഒരു സസ്പെൻസിൽ നിർത്തി സിനിമയുടെ നിരക്കഥ എഴുതുമ്പോൾ എഴുതിക്കുകയല്ല കേട്ടോ. ഞാൻ ആ സംഭവത്തിലേക്ക് വരികയാണ്. ആ വാക്യത്തിൽ തന്നെ അതിന്റെ കാരണമുണ്ട്. 23-ാം വാക്യത്തിൽ എന്താ പറഞ്ഞെന്നറിയാമോ? നീ ഏറ്റവും പ്രിയനാകയാൽ. 10-ാം വാക്യത്തിന്റെ 12-ാം വാക്യോട് ഞാൻ വായിച്ചായിരുന്നല്ലോ. അവിടെ പറഞ്ഞല്ലോ, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കിൽ തന്നെ ദൈവം അത് കേട്ട് മറുപടി അയച്ചെന്ന്. അതിനെന്താ കാരണം? അവിടെ എഴുതിക്കുന്ന ഇങ്ങനെയാ, നീ പ്രാർത്ഥിച്ചത് നീ അങ്ങ് ഏണിപ്പടി കൂടെ കയറാൻ വേണ്ടിയിട്ടല്ല, നീ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് പ്രാർത്ഥിച്ചപ്പോ അവൻ താഴ്ത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവസ്ഥനെ താഴാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെയാണ് കാരണം. മനസ്സിലാവുന്നു? ആ 10-ാം അധ്യായം വിട്, 9-ാം അധ്യായത്തിലേക്ക് വരുന്നു. നീ ഏറ്റവും പ്രിയനാകെ. അപ്പൊ ഏറ്റവും പ്രിയനായാൽ ദൈവത്തോട് പറയുമ്പോൾ ദൈവം ആ കാര്യങ്ങൾ ചെയ്യും. നീ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞാൽ, നീ ആയിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി പറഞ്ഞാൽ, നിന്റെ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പറഞ്ഞാൽ, സ്തോത്രം, നിന്റെ വീട്ടുകാർക്ക് വേണ്ടി പറഞ്ഞാൽ, ദൈവം വേഗത്തിൽ പ്രതിക്രിയ നടത്തും. അതിനെന്തോ വേണം? അടുത്ത തെരഞ്ഞെടുപ്പിൽ സഭയുടെ സെക്രട്ടറി ആയാൽ ആർക്കും കൊള്ളാം. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. സ്തോത്രാലുലിയ. ഇനി ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കാൻ ഇവിടെ കേരളത്തിലെങ്ങാൻ എന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറെ കാശും മുടക്കി കുറെ അണികളെയും പിടിച്ച് ഇവിടെ മത്സരിച്ചാൽ ഇവിടെ പ്രോസ്പെക്ടറോ ആരെങ്കിലും ആകാം. അതൊക്കെ ഇവിടുത്തെ കാര്യം. പക്ഷേ തമ്പുരാന്റെ കാൽപാദത്തിൽ ഞാനൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ അല്ല ഞാൻ ഉദാഹരിക്കുക. ഒരു പട്ടിക്കുഞ്ഞ് കിടക്കുന്നത് പോലെ കർത്താവിന്റെ പാദപീഠത്തിൽ കൊച്ചുളുപ്പങ്കാലത്ത് എഴുന്നേറ്റ് വന്ന് നെടുമ്പാട് വീണ്, അപ്പാ ഇത്രത്തോളം വരുവാൻ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. എന്താ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക? ഇത്രത്തോളം വരുവാൻ യോഗ്യതയില്ലപ്പാ, ഇവിടെ വരെ വരാൻ യോഗ്യതയില്ല കർത്താവേ. എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ കണ്ടു, എന്നെ വേർതിരിച്ചു, എന്നെ ഈ പുസ്തകം ഏൽപ്പിച്ചു, ഇതിനെ ഞാൻ യോഗ്യതയല്ലെന്നും പറഞ്ഞ് കർത്താവിന്റെ സന്നിധാനത്തിൽ മാവേലി സ്റ്റോറി പോകുമ്പോൾ നീണ്ട ലിസ്റ്റ് എഴുതിക്കൊണ്ട് വരികയല്ല. സ്തോത്രം ചെയ്ത് നന്ദി കരയേറ്റി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നിന്നോടുള്ള പ്രിയം കൂടും. പ്രാർത്ഥന തന്നെ ഒരു 5 തരമുണ്ട്. സ്തോത്രം. ദൈവത്തിന് പ്രിയം കൂടുന്ന പ്രാർത്ഥന. ചെന്നിരുന്ന് കൊറോണ മാറണേ, രാജാവിനെ അനുഗ്രഹിക്കണേ, മക്കളെ അനുഗ്രഹിക്കുന്ന പറഞ്ഞ് ഇങ്ങനെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്കകത്ത് പ്രിയം കൂടുമോ എന്നൊക്കെ ചോദിച്ചാൽ ദൈവത്തിന് അങ്ങനെ ഒരു മൈൻഡ് കാണില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രിയം കൂടുന്ന പ്രാർത്ഥനയാണ്. അത് നീ ദൈവത്തോട് നന്ദി പറഞ്ഞു, ആരും അറിയാതെ വാതിലടച്ച് അറയെ കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ കർത്താവ്? കയറി കിടന്നപ്പോൾ കരയപ്പാ. ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട്, ജീവിതത്തിൽ ഇച്ചിരി കുത്തും പോറലൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ ഈ രാജ്യത്ത് വരുവാൻ യോഗ്യനല്ലായിരുന്നു. എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് മുണ്ട് മുറുക്കി എടുത്ത് ഞങ്ങളെ വളർത്തിയില്ല. അപ്പനെ അമ്മയൊക്കെ പറ്റി ആ രാജ്യത്തൊന്ന് കൊണ്ടോണേ. സ്തോത്രം. പറ്റുമെങ്കിൽ അതൊക്കെ ഞാൻ ഓർപ്പിക്കുക, ഒരു സഹോദരനെ പോലെ ഓർപ്പിക്കുക. പറ്റുമെങ്കിൽ കടം മേടിച്ചാണെങ്കിലും കഷ്ടപ്പെട്ട പാവ അമ്മയെ, സ്തോത്രം, ഹല്ലേലൂയ, പാവപ്പെട്ട അപ്പനെ സ്നേഹത്തോടെ നിങ്ങൾ ഓർക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട വീട്ടിൽ നിന്ന് ജീവിക്കാൻ നിർവാഹമില്ലാതെ, ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാതെ, സ്തോത്രം, ആ കാലഘട്ടത്തിൽ നല്ല വസ്ത്രമില്ലാതെ, നല്ല ചെരുപ്പില്ലാതെ കർത്താവിന്റെ സന്നിധാനത്തിൽ വളർന്നു വന്ന കുടുംബത്തിലെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവിന്റെ കാലത്തിൽ കിടന്ന് നല്ലൊരു പ്രാർത്ഥന, നീ ഒത്തിരി ഒന്നും ചവറ് പോലെ ഒന്നും കയറി ഇറങ്ങി പറയണ്ടെന്ന് നീ ദൈവത്തോട് പറഞ്ഞാൽ മതി. പരാതിയൊന്നുമില്ലപ്പ. തന്നതോർത്താൽ ഇനി എന്നെ ചോദിക്കാന്. ദൈവകൃപയൊന്നു മാത്രം, കർത്താവിന്റെ ദയ ഒന്ന് മാത്രം. ഇവിടെ വരെ എത്താൻ ഞാൻ ഒന്നുമില്ലപ്പ. എല്ലാ പ്രാവശ്യവും കർത്താവിന്റെ ഞാൻ ഭാവനയെ കണ്ടുകൊണ്ട് പറയാം. സർവശക്തന്റെ കൃപാസനത്തിന്റെ ചോട്ടിലേക്ക് വരുമ്പോ ദൈവം തമ്പുരാൻ ചോദിക്കുക, എന്നാടാ വന്നേ എന്ന് ചോദിക്കുക. എന്നോടാന്ന് വിചാരിച്ചു. പറയാ സ്തോത്രം, കർത്താവേ അരി മേടിക്കാൻ കാശില്ല. അപ്പൊ കർത്താവ് കാശ് വന്നു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം എന്നാടാ വന്നെന്ന് ചോദിക്കാൻ പറയാം, കൊച്ചിന് ഫീസ് കൊടുക്കാൻ കാശില്ല, അന്നേരം തന്നു വിടുക. മൂന്നാമത് എന്നാടാ വന്ന് ചോദിക്കുക, ഭാര്യയ്ക്ക് മരുന്ന് മേടിക്കാൻ കാശില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. സ്തോത്രം. എനിക്കതില്ല ഇതിലെന്ന് പറഞ്ഞു ചെല്ലില്ല. ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ പറയാം, എന്നാടാ വന്നേന്ന് ചോദിക്കാൻ പറയാം, അപ്പ ഒന്നിനും അല്ല വന്നു, എനിക്ക് കുറച്ചു പേര് ആ കാൽക്കൽ ഇരുന്നാ മതി, കുറെ നേരം മടി തല വെച്ച് കിടന്നാ മതി. നിങ്ങൾ എത്ര പേര് ദൈവാത്മാവിൽ ഞാൻ ഈ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു? കർത്താവിന്റെ കാൽക്കൽ കുറച്ചു നേരം ഒന്നും പറയാനില്ല. ആ പറ്റുമെങ്കിൽ പത്രോസ് പറഞ്ഞതുപോലെ എന്റെ അരുമനാഥന്റെ കാൽപാദങ്ങൾ ചുംബിച്ച് കുറെ നേരം ഇരുന്നാ മതി. ഏതോ ഒരു മറിയ ശീമോന്റെ വീട്ടിലാന്ന് തോന്നുന്നു, അവന്റെ കാൽപാദം ചുംബിച്ചെന്ന് പറഞ്ഞില്ലേ? അതുപോലെ കമന്ന് കെട്ടിക്കിടന്ന കാലെ ചുംബിച്ചുകൊണ്ട് ആ മടി തലവെച്ചോ പതുക്കെ നിനക്ക് അനുഭവിക്കാൻ പറ്റും. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈവരലുകൾ നിന്റെ തലയ്ക്കകത്തൂടെ മുടികൾക്കടയിലൂടെ തലോടി നിന്നെ സ്വാന്തനിപ്പിക്കുന്നത്. ചോദിക്കാൻ വേണ്ടി മാത്രം അപ്പന്റെ അടുക്ക ചെല്ലുന്ന പ്രാർത്ഥനാമുറി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാകരുത്. സ്വർഗം ഇന്ന് ഈ ദൂതിന്റെ പര്യവസാന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ ചിലരെ
ദൈവത്തിന് ഏറ്റവും പ്രിയനാക്കാനുണ്ട്. ആരും അറിയാത്ത നാട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് കൈയൊഴിയുന്ന ദൈവമല്ല. സ്തോത്രം. വേദപുസ്തകത്തിന്റെ അകത്തളങ്ങളിലെ ഉൾക്കാഴ്ചകളൊന്നും അറിയാത്ത, ഗ്രീക്കും ഹീബ്രുവും ദൈവശാസ്ത്രത്തിന്റെ ഉൾവിളികൾ അറിയാത്ത നിന്നെ ഈ പുസ്തകം പരമേൽപ്പിച്ചെങ്കിൽ നിന്നെ വലിയ ശാസ്ത്രിയാക്കാനല്ല, നിന്നെ എന്റെ പ്രിയനാക്കാൻ. വേണോ ഈ ദൂത്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ലാസ്റ്റ് ചോദ്യം, വേണോ ഈ ദൂത്? വേണോ എന്നുണ്ടെങ്കിൽ സെറ്റിയിലോ കട്ടിലിലോ മേശയിലൊക്കെ ഇരിക്കുന്നെങ്കിൽ തറയിലിറങ്ങി മുട്ടുകുത്ത് ദൈവത്തിന്റെ സന്നിധി മുട്ടുകുത്ത്. ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുക. വേറൊന്നും വേണ്ടപ്പ. നിങ്ങൾക്ക്, ഞാനൊരു വാക്ക് എനിക്ക് പറയാൻ അറിയാവുന്ന ഭാഷ അതുള്ളൂ. നിങ്ങൾക്ക് ആ രാജ്യത്തെ സൂപ്പർ ലോട്ടറി അടിക്കുന്നതിനേക്കാൾ വലുതാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രിയനാകാൻ പറ്റിയ. യെരുശലേമിലല്ല, സഭാഹോളിലല്ല, മലയാള നാട്ടിലല്ല, ബാബിലോണിൽ പ്രിയനാകാൻ പറ്റിയാൽ, അന്യനാട്ടിൽ പാപം ചെയ്ത് മതോന്മത്തനായി അപ്പനറിയാതെ, അമ്മ അറിയാതെ, പാസ്റ്റർ അറിയാതെ, ആരും അറിയാതെ ലോകക്കാരനായി ജീവിക്കാൻ ഞാൻ ഒരു പഴയ മലയാളിയുടെ ഭാഷ ഉപയോഗിച്ചോട്ടെ, എന്താ കുന്തളിപ്പും നടത്തി, എന്തും കൂത്താട്ടവും നടത്തി ജീവിക്കാൻ അനുവാദമുള്ള നാട്ടിൽ ദൈവത്തിന് പ്രിയനാകാൻ, അവിടെ ബാബിലോണിൽ പ്രിയനാകാൻ പറ്റിയാൽ, നിന്നെ കൊണ്ടെത്തിച്ച നാട്ടിൽ ദൈവത്തിന് പ്രിയനാകാൻ പറ്റിയാൽ, നീ രക്ഷപ്പെട്ടു മോനെ, രക്ഷപ്പെട്ടു മോളെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. തറയിലേക്ക് ഇറങ്ങി മുട്ടുകുത്തും. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക. ഭാര്യയും ഭർത്താവും മക്കളും കൂടി നിന്റെ വീട്ടിൽ നിന്ന് കേൾക്കുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ രീതി അനുസരിച്ച് എല്ലാവരും ഒക്കെ മുട്ടുകുത്താൻ പ്രായക്കാരായിരിക്കും. അപ്പച്ചനും അമ്മച്ചനും അവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അവരോടെ ആട്ടെ. നിന്റെ ഭാര്യയും മക്കളും കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചേർന്നിരിക്കുക. പാലക്ക വിരിഞ്ഞിരിക്കുന്ന ഒരെണ്ണം കിഴക്ക്, ഒരെണ്ണം പടിഞ്ഞാറും പോയിരിക്കാതെ ഒന്നിച്ച് വന്നിരിക്കുക. എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ചോണ്ട് പറ, ഞങ്ങൾക്ക് വേറെ ആരും ആവണ്ട. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാനുമല്ല, ആളാകാനുമല്ല. ഈ ദൂതന്റെ വെളിച്ചത്തിൽ ആരൊക്കെ വിളിച്ചിട്ട് വിളി കേട്ടില്ലെങ്കിലും 100 ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിന്റെ ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞാലും എന്റെ ചങ്കിടിപ്പ്, എന്റെ ഉള്ളു പൊട്ടുന്ന ഒറ്റ വേദനയുള്ളൂ. എന്റെ സ്തോത്രം വീട്ടുകാർ തള്ളിക്കളഞ്ഞോട്ടെ, ഞാൻ സർക്കാർ ഓഫീസിൽ പോയി കൈകൂപ്പി, സാറേ എനിക്കൊരു കാര്യം നടത്താനാവും 10 പ്രാവശ്യം കയറി പട്ടിയെ പോലെ നടത്തിയാലും എനിക്ക് വിഷമമൊന്നുമില്ല. അത് അങ്ങനെയുള്ള നയം. പക്ഷെ എന്റെ ദൈവത്തിന്റെ സന്നിധി ഞാൻ ചെന്നിട്ട് എന്നോട് മാറി നിൽക്കടാ എന്ന് പറയേണ്ട ഒരു സ്ഥിതി എന്റെ ദൈവം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. എന്റെ ചങ്ക് പൊട്ടും. കളക്ടറേറ്റ് ചെന്നിട്ട് ക്യൂവിൽ പോയി നിൽക്കണമെന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം, ഞാൻ ക്യൂവിൽ നിന്നോളാം, നിൽക്കേണ്ടവനല്ലേ. മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നിട്ട് 5 പ്രാവശ്യം പോയിട്ടും കാണാൻ പറ്റിയില്ലെങ്കിലും, 2 പ്രാവശ്യം കണ്ടിട്ടും ആളെന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്റെ ദൈവത്തിന്റെ കൃപാസനത്തിന്റെ അടുക്ക ചെന്നിട്ട് കർത്താവ് മൈൻഡ് ചെയ്യാതെ പോയാൽ, ഞാൻ 10 വട്ടം അപ്പാന്ന് വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പോയാൽ നിങ്ങൾക്ക് വേദന മനസ്സിലാവുന്നുണ്ടോ? അതാ ബന്ധം. മറ്റൊരാരുമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. എന്റെ ദൈവം, ഞാൻ കരഞ്ഞിട്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ചോദിച്ചിട്ട് മുഖം മറച്ചാൽ അവിടെ എന്റെ ചങ്ക് പൊട്ടും, അവിടെ എന്റെ ഉള്ളുണ്ടായി. അങ്ങനൊരു ബന്ധം വേണം. അങ്ങനൊരു ബന്ധം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ചില കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാൻ എവിടെ കുട്ടിയൊക്കെ വെച്ച് അതൊന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറയാനുള്ള നേരമില്ല. ഞാൻ ഇവിടെ നിർത്തുക, കണ്ണടച്ച് പ്രാർത്ഥിക്കും. മുട്ടുകുത്തി മക്കളെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന പ്രിയനെ ദൈവം തന്നെ അനുഗ്രഹിക്കും. കർത്തദാസന്മാരെ അനുഗ്രഹിക്കും. ഈ ദൂത ഏറ്റെടുത്തു, ദൈവം അത് ചെയ്യും. വലിയ സഭയെ ചെയ്യും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവ്, കരഞ്ഞോണ്ട് ഞാൻ ഈ വിത്ത് വിതയ്ക്കുക ഈ സഭയ്ക്കകത്ത്. എന്റെ പൊന്നു കർത്താവേ, ദൈവത്തിന് പ്രിയരാകാനുള്ള കുറെ പേർ അവിടെ എത്തിയിട്ടുണ്ട്. പഴയ കാലത്ത് ബാബിലോൺ പോലെ മാതൃരാജ്യം വിട്ട്, ദേശം വിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് വേറെ ആരും ആയില്ലെങ്കിലും ദൈവത്തിന്റെ പ്രിയരാകാൻ ദൈവം അവസരം കൊടുക്കും. തീച്ചൂളയും സിംഹക്കുഴിയൊക്കെ കയറി വരും, അതൊക്കെ ഞങ്ങൾ ക്രോസ് ചെയ്യും. ദൈവത്തിന് പ്രിയരാകാൻ കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം. എല്ലാ ദൈവമക്കളെ ഓർക്കുന്നു. വിശിഷ്യ ആദി കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ഭയങ്കര ബന്ധം, ഒരു പുതിയ തരം പ്രാർത്ഥന ഈ സഭയ്ക്കകത്തുണ്ടാകട്ടെ. ഒരു പുതിയ തരം പ്രാർത്ഥന സഭയ്ക്കകത്തുണ്ടാകട്ടെ. നോട്ടീസ് ഇട്ട് എല്ലാവരും അറിയിച്ചിട്ടൊന്നുമല്ല, അല്ലാത്തൊരു ബന്ധം, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകട്ടെ. ഒരു പ്രാർത്ഥന മുറി ഉണ്ടാകട്ടെ. അവർക്കിരുന്ന് പ്രാർത്ഥിക്കാനല്ല, പുറത്തുനിന്ന് വരുന്ന ചില സ്വപ്നം നഷ്ടപ്പെട്ടവരെ പിടിച്ചിരുത്തി പ്രാർത്ഥിക്കാൻ,
രാജ്യത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാര് ഈ സഭയ്ക്കകത്ത് വരട്ടെ. ദാനിയേലിന് രാജാവിന് വ്യക്തിപരമായി പരിചയമുണ്ടായതുപോലെ ശുശ്രൂഷയും പ്രാർത്ഥനയും നിമിത്തം ഈ സഭയിലെ ചിലർക്ക് അങ്ങനെ ഉണ്ടാകട്ടെ. അത് ചെയ്യും. ദൈവമക്കളെ അനുഗ്രഹിക്കും. ആവശ്യക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ.